ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമുക്കൊരു വളരെ സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയ EV നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കണ്ട നമ്മുടെ EV ഇന്ന് നമ്മൾ ഡെലിവറി എടുക്കാൻ പോവാണ്. അപ്പോൾ അത് ഏത് വണ്ടിയാണെന്നുള്ള ഫുൾ കാര്യങ്ങൾ ഇന്ന് നമ്മൾ സർപ്രൈസ് എല്ലാം അൺവീൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ ഇന്ന് സെപ്റ്റംബർ 6 അപ്പോൾ ഇന്ന് അത്തം ദിനം കൂടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഓണത്തിൻ്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ വണ്ടി എടുക്കുന്നതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആൾറെഡി നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആട്ടോ. ഇന്ന് നമ്മൾ ആദ്യമായിട്ടൊരു EV എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ നമ്മളെ രീതിയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട് ഓണത്തിന് മുന്നോടിയായിട്ട് തന്നെ. അപ്പോൾ പുതിയ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ആൾറെഡി ഇട്ട് സെറ്റ്. ഞാനും തന്നെ അമ്മയും ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ആ വണ്ടിയെല്ലാം ഫുൾ റെഡിയാക്കിയിരിക്കും കേട്ടോ. നമ്മളിവിടെ ആൾറെഡി അത്തത്തിൻ്റെ ഫസ്റ്റ് പൂക്കളം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും വണ്ടി ഇടാൻ പോകുന്നത്. അതുപോലെ ഇവിടെ നമ്മളിതാ ഓണാശംസ എന്നുള്ള സ്റ്റിക്കറും കുറച്ച് ചെറിയൊരു അലങ്കാര പണികൾ, മാവേലി ഡെക്കറേഷൻസും കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇറങ്ങാം. ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് പോകുന്ന വഴി പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഏകദേശം കുറച്ച് ടൈം കൂടെ ഉള്ളൂ. നമുക്ക് എന്തായാലും വേഗം ഇറങ്ങാം ഗൈസ്. അങ്ങനെ ആ സമയം കറക്റ്റ് 10:29 കേട്ടോ. അപ്പം ഇന്ന് നത്തിട്ട് 10:30 തൊട്ട് രാഹുൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ കൊല്ലത്ത് മുത്തൂറ്റ് ടാറ്റയിൽ ചെന്നിട്ട് കാണാം കേട്ടോ. അപ്പം ഞാനുണ്ട്, അമ്മയുണ്ട്, അതായത് നമ്മുടെ നിക്കിമോനുണ്ട് കേട്ടോ. എവിടെ പോവാം നമ്മൾ? അപ്പോൾ നമുക്ക് നേരെ ടാറ്റയുടെ ഷോറൂമിലോട്ട് വിടാം. അപ്പോൾ നമ്മളെ മുത്തൂറ്റിലെ ഷോറൂം എത്തിയേക്കാണ് കേട്ടോ ടാറ്റയുടെ. ഫൈനലി ഇതാ. അപ്പോൾ നമുക്ക് കൊട്ടാരക്കര മഹാഗണപതി എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങാം ഗൈസ്. അങ്ങനെ ഇതാ ഫൈനലി ആ ദിവസം എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളിന്ന് നമ്മുടെ പുതിയ വണ്ടിയുടെ ഡെലിവറി എടുക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങളിതാ മാച്ചിങ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത്. നിക്കിമോനും നമ്മൾ മാച്ചിങ് ടൈയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. എനിക്ക് ഇതൊക്കെ നമ്മുടെ ലൈഫിൽ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് വളരെയധികം സന്തോഷമുള്ള ദിവസമാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ നമുക്ക് അകത്ത് പോയി നമ്മുടെ വണ്ടി നമുക്ക് റിവീൽ ചെയ്യാം. ഹായ്. അപ്പോൾ എന്താ നമുക്കിനി കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് പറഞ്ഞു തരും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ വണ്ടി നമ്മൾ റിവീൽ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഉടനെ നമ്മുടെ വണ്ടി ഡെലിവറി എടുക്കാൻ പോയിട്ടുണ്ട്. ആൾറെഡി ഇവിടെ നമ്മുടെ വണ്ടി ഫുൾ കവർ ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ അൺവീൽ ചെയ്യാൻ പോകണം. നമ്മൾ ഏതാനും നിമിഷത്തിനകം നമ്മുടെ വണ്ടി ഡെലിവറി എടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ നമ്മളിന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്, അറിയാമല്ലോ. അപ്പം ബോയ്സൊക്കെ പ്രത്യേകിച്ച് ആൺപിള്ളേർ നമ്മൾ വണ്ടി എടുക്കുന്ന ദിവസമൊക്കെ നമുക്ക് അന്നത്തെ ദിവസം രാത്രി ഉറക്കമേ കാണത്തില്ല. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ്. അപ്പം നമ്മൾ അതിൻ്റെ അതുകൊണ്ട് ഞാൻ ഇന്ന് വീഡിയോയിൽ നമ്മളെല്ലാം കുറച്ച് പതിയെ എല്ലാം സംസാരിക്കുന്നുണ്ട്. ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് അയക്കാൻ എല്ലാം കഴിയുന്നു. അപ്പോൾ നമുക്കൊന്നും പറയാനൊന്നും പറ്റത്തില്ല. നിക്കിമോനും ഇവിടെ ആൾറെഡി വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടി ഫുൾ സെറ്റായി റെഡി ആയിരിക്കും കേട്ടോ. ടൈയൊക്കെ അതാ നമുക്ക് എടുത്ത് നേരെ വെക്കണം. കുറച്ച് കഴിയുമ്പോൾ തലയെക്കൂടൊക്കെ വന്ന് നേരെ നിൽക്കുമ്പോൾ ടൈയൊക്കെ എടുത്ത് സ്ട്രൈറ്റ് ആയിട്ട് വെച്ച് കൊടുക്കാം. ഇവിടെ നമ്മളെ കർവിൻ്റെ ഒരു പെട്രോൾ എഡിഷൻ വണ്ടിക്ക് കിടപ്പുണ്ട്. കർവ്, പിന്നെ ഇവിടെ ആൾറെഡി കുറേ കാർസ് എല്ലാം കിടപ്പുണ്ട്. സഫാരി, പിന്നെ നെക്സോൺ EV, പിന്നെ ഇവിടെ വേറൊരു വണ്ടി കിടപ്പുണ്ട്, പഞ്ച് കിടക്കുന്നു. അപ്പം എന്താ നമ്മളെ വണ്ടി ഡെലിവറി എടുക്കാൻ പോകട്ടെ. ഫുൾ സെറ്റായി, എല്ലാ ടീമും സെറ്റായി. ഞാനും അമ്മയും നിക്കിമോനും ഞങ്ങളെല്ലാം അങ്ങോട്ട് പോകാട്ടോ. അപ്പം അങ്ങനെ ഫൈനലി ആ സമയം എത്തിയിരിക്കുകയാണ്. നമ്മളിതാ വണ്ടി ഡെലിവറി എടുക്കാൻ പോവാണ് കേട്ടോ. ഹോളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെ ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കിന്ന് ഏതാനും നിമിഷങ്ങളാണ് നമ്മുടെ വണ്ടി ഡെലിവറി എടുക്കാൻ പോവാണ്. ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി. ടാറ്റ പഞ്ചാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ആ ഷോറൂമിൽ നമുക്ക് ആൾറെഡി ഒരു കേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത കേക്ക് കട്ടിങ്ങിലോട്ട് പോവാം. അപ്പോൾ വന്നു.
വലുതാല് വെച്ചിട്ട് അകത്തോട്ടും കയറാം. യെസ് കഴിച്ചപ്പോൾ എന്താ നമ്മൾ വലുതാല് വെച്ച് തന്നെ ആദ്യം ചാടിയും കയറി കേട്ടോ അകത്തോട്ട്. ഇനി നമ്മുടെ വണ്ടി നമുക്ക് പതിയെ മുന്നോട്ടെടുക്കാം. അമ്മ എനിക്ക് മനോനെ കയറട്ടെ. സീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. അടിപൊളി കേട്ടോ. കഴിച്ചപ്പോൾ നമ്മുടെ വണ്ടി എങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി, ടാറ്റ പഞ്ച് ലോങ് റേഞ്ച് ഫുൾ ഓപ്ഷൻ മോഡൽ വണ്ടിയാണ് കേട്ടോ. ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് പറയാം. അപ്പോൾ നമുക്ക് ആദ്യം വണ്ടി മുന്നോട്ടെടുക്കാം. ഇവിടെ പാർക്ക് ചെയ്യാം. അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട്. നമുക്ക് കൂടുതൽ ഓടിച്ചാലേ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറയാൻ പറ്റും. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. എനിക്ക് സത്യം വണ്ടിയിൽ നിന്ന് ഇറങ്ങണ്ട, നമുക്ക് ഇറങ്ങാൻ താല്പര്യമില്ല, നിങ്ങൾ ഓടിച്ചോണ്ട് ഇരുന്നാൽ മതി എന്നുള്ള രീതിയാട്ടോ. എനിക്ക് റിവേഴ്സ്, ഓ ബ്രേക്ക് നമ്മൾ നല്ലോണം മുറുക്കി ചോട്ടണം കേട്ടോ. ഓൾറെഡി നമ്മൾ റിവേഴ്സ് ഇടുമ്പോൾ ഇവിടെ നമ്മുടെ 360 ഡിഗ്രി സോറി നമ്മുടെ ഇതിൽ കാണാൻ പറ്റും. ഇവിടെ ഒരു സാധനം കണ്ടോ, ഇതിപ്പോൾ നമ്മുടെ പൂവാ കേട്ടോ. നമുക്ക് നൈസിന് ഇതാ കറക്റ്റായിട്ട് നമുക്കിതാ ആ ലൈനിൽ ആരുടെ ഹെൽപ്പില്ലാതെ നമുക്ക് കറക്റ്റായിട്ടുണ്ടോ ആ ലൈനിനകത്ത് തന്നെ വണ്ടി സ്റ്റൈലായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അടിപൊളി നൈസ്. ഇവിടെ അതിൻ്റെ 3D വ്യൂവും കാണിക്കും. ഇവിടെ നമ്മുടെ ഡയറക്റ്റ് ബാക്ക് ക്യാമറ ഇപ്പോൾ കാണിക്കുന്നത്. ആൾറെഡി ഒരു ബീപ്പ് അടിക്കും. യെല്ലോ എന്ന് വെച്ചാൽ കുറച്ചും കൂടെ അടുത്ത്, റെഡ് ആകുമ്പോൾ നമ്മൾ ഭയങ്കര ക്ലോസ് ആയെന്നതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് വേറെ വണ്ടി നമുക്ക് പാർക്കിലോട്ട് ഇടാം. ഓക്കെ, പാർക്ക് മോഡിലിട്ട് വണ്ടിയിൽ ആൾറെഡി ഇതാണ്ട് 85% ചാർജ് ഇപ്പോൾ ആൾറെഡി ഉണ്ട്. അവർ 85% ചാർജ് ഷോറൂമിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി ടോട്ടൽ കണ്ട 52 കിലോമീറ്ററാണ് ഇതുവരെ ഓടിയിട്ടുള്ളത്. ടോട്ടൽ ഇപ്പോൾ റേഞ്ച് കാണിക്കുന്നത് 308 കിലോമീറ്ററാണ്. നമ്മുടെ വണ്ടി ഇപ്പോൾ എന്താണ്ട് സിറ്റി മോഡിലാണ് കേട്ടോ കിടക്കുന്നത്. ഡിഫാൾട്ടായിട്ട് അപ്പോൾ നമ്മുടെ വണ്ടി നേരെ സിറ്റി മോഡിലോട്ടാണ് പോകുന്നത്. പിന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ പവർ ലൈക്ക് ഫുൾ പൊട്ടൻഷ്യൽ എടുക്കണമെങ്കിൽ സ്പോർട്ട് മോഡും ഇവിടെ ഒരു എക്കോ മോഡും കുഴപ്പമുണ്ട്. ഇത് നമ്മുടെ ഗിയർ സെലക്ടറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മഡ് ഫ്ലാപ്പും കൂടെ വണ്ടിയിൽ പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാണ്. അടിപൊളി കേട്ടോ, കിട്ടില്ല കളർ കേട്ടോ, റെഡ് കളർ. അത് ഞങ്ങളുടെ അമ്മയുടെ ഫേവറേറ്റ് കളറാണ് ഇത് കേട്ടോ. ഇപ്പോൾ പൂമാലൊക്കെ സെറ്റാക്കി നമ്മുടെ ഫ്രണ്ടിൽ മഡ് ഫ്ലാപ്പ് പിടിപ്പിക്കാനുണ്ട്, 4 സൈഡിൽ മഡ് ഫ്ലാപ്പ് പിടിപ്പിക്കാനുണ്ട്. ബാക്കിൽ ആൾറെഡി മഡ് ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലും ചേട്ടൻ എന്താ മഡ് ഫ്ലാപ്പ് പിടിപ്പിക്കുക കേട്ടോ. ഗൈസ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി. എങ്ങനെയുണ്ട്, പൊളിയല്ലേ? ഞങ്ങൾ അമ്മയുടെ ഫേവറേറ്റ് കളറാണ് കേട്ടോ റെഡ്. ഇപ്പോൾ നല്ല രസമുണ്ട് വണ്ടി കാണാനായിട്ട് ഈ കളറിൽ, പ്രത്യേകിച്ച് ഡ്യുവൽ ടോൺ കളറാണ് കേട്ടോ. മേളിൽ ബ്ലാക്ക് ഫിനിഷും അതുപോലെ ബാക്കി ഫുള്ള് റെഡുമായിട്ട് നല്ലൊരു കിഡിലും ഡ്യുവൽ ടോൺ കളറിലാണ് നമ്മുടെ വണ്ടി വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇനി കുറേ, ഈ വണ്ടി ഫുള്ളി ലോഡറാണ് കേട്ടോ. ഫുള്ളി ലോഡെന്ന് വെച്ചാൽ ഫുള്ളി ലോഡാണ്. അപ്പോൾ നമ്മുടെ വണ്ടി വരുന്ന ഫുൾ ഓപ്ഷൻ മോഡലാണ് കേട്ടോ. 16 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് വില. ആദ്യം തന്നെ പ്രൈസ് പറയാം, 14 ലക്ഷത്തി സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതിൽ വിത്തൗട്ട് ഫാസ്റ്റ് ചാർജറാണ് അത് കൊടുത്തേക്കുന്നത്. നമ്മുടെ ടാറ്റയുടെ സൈറ്റിൽ നോക്കിയാൽ ACFC എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതിന് 50,000 എക്സ്ട്രാ ആവും. അപ്പോൾ അത് മാത്രമേ നമ്മൾ ഈ വണ്ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളൂ. പിന്നെ ഇത് വെറും ഫുൾ ഓപ്ഷൻ അല്ല കേട്ടോ, ഇത് അതിക്കും മേലെയാണ്. കാരണം ഇതിൽ നമ്മൾ കുറച്ച് അഡീഷണൽ എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ അകത്ത് കയറിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുറച്ച് വണ്ടിയെക്കുറിച്ച് കുറേ അധികം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇതിൽ പുതിയതായിട്ട് നമ്മളൊരു ഇലക്ട്രിക് വണ്ടിയിൽ വരുമ്പോൾ നമുക്ക് കുറേ അറിയാത്ത, നമുക്ക് പെട്രോൾ വണ്ടിയിൽ നിന്ന് നമുക്ക് കുറേ അധികം വ്യത്യാസം ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വണ്ടിക്കകത്ത് കയറിയിട്ട് നമ്മുടെ അഖിൽ ബ്രോ ഓൾറെഡി ഇതിനകത്ത് ഇരിപ്പുണ്ട്. ബ്രോ ലോക്കാണ്. അപ്പോൾ നമുക്ക് ബ്രോയോട് ചോദിച്ചിട്ട് നമ്മുടെ ബാക്കി വണ്ടിയുടെ വിശേഷങ്ങളും ഫീച്ചേഴ്സും ഡീറ്റെയിൽസും എല്ലാം അതിനെക്കുറിച്ചൊക്കെ പഠിക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ വണ്ടി ആൾറെഡി ഇപ്പോൾ സ്റ്റാർട്ടിലാണല്ലോ. വണ്ടി സ്റ്റാർട്ടില്ല, റെഡി. ആ ഓക്കെ, ഓ ഇവിടെ ഓക്കെ ഓക്കെ റെഡി. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പം പോകാൻ റെഡിയാ, സ്റ്റാർട്ട് വണ്ടി പാർക്കിംഗിലാണ്. റേഞ്ച് നമുക്ക് 305 കിലോമീറ്റർ കൊടുത്തേക്കുന്നത്. അതായത് ഇപ്പൊ സിറ്റി മോഡലല്ലേ, ഡിഫോൾട്ട് സിറ്റി മോഡലാണ് കിടക്കുന്നത്. ഓക്കെ ഓക്കെ. അല്ല ഇല്ല, AC ഓഫ് ചെയ്താലും മാറും. അതായത് ഇത് 338. നമ്മൾ ഇത് ഈ റേഞ്ച് കാണിക്കുന്ന വെച്ചാൽ ഞാൻ പറഞ്ഞിട്ട് എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ബാറ്ററി പെർസെൻറ്റേജ് നോക്കുക, ട്രിപ്പിനകത്ത് റീസെറ്റ് ചെയ്ത് അതിനകത്ത് ആവറേജ് എനർജി കൺസപ്ഷൻ നോക്കുക. ഏറ്റവും ബെറ്റർ അതാണ്. കാരണം ഈ റേഞ്ച് എന്ന് പറയുന്നത് നമ്മളെ തൊട്ട് മുന്നുള്ള ഡ്രൈവിൻ്റെ ആവറേജും AC യൂസേജും ഡ്രൈവ് മോഡ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതിനനുസരിച്ചാണ് ജസ്റ്റ് പ്രൊജക്ട് റേഞ്ച് അല്ലെങ്കിൽ ഒരു എസ്റ്റിമേഷൻ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. റിയൽ വേൾഡ് റേഞ്ച് ആയിട്ട് അത് ബന്ധമില്ല. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ബാറ്ററി പെർസെൻറ്റേജ് നോക്കുക. നമ്മൾ റിമൈനിങ് എത്ര പെർസെൻറ്റേജ് ആണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത്
പ്രസ് ചെയ്യുമ്പോൾ ഓരോന്നും ഇതിനകത്ത് സെറ്റിംഗ്സ് മാറും. സെറ്റിംഗ്സ് പറയുന്നത് ട്രിപ്പ് ഇൻഫോ അടപ്പുണ്ട്. ഇപ്പം ട്രിപ്പ് ഇൻഫോ, ട്രിപ്പ് എ റേഞ്ച് അടപ്പുണ്ട്, ട്രിപ്പ് എ, ട്രിപ്പ് ബി അടപ്പുണ്ട്. ഈ ആവറേജ് എനർജി കൺസപ്ഷൻ ഇപ്പൊ ഞാൻ റീസെറ്റ് ചെയ്താക്കെ അത് എത്രത്തോളം നമുക്ക് ആവറേജ് എനർജി കുറയുന്നോ അത്രത്തോളം റേഞ്ച് ആയിരിക്കും നമുക്ക് കൂടുതൽ കിട്ടുന്നത്. അപ്പൊ അത് ഓടിക്കുമ്പോൾ ഈ സഡൻ എക്സ്പ്രഷൻ കൊടുക്കാത്ത അതൊന്നൊരു ആ ഒരു നാക്ക് നമുക്ക് മനസ്സിലാവും. ഒരു 10-20 ദിവസം ഓടിച്ചു കഴിയുമ്പോൾ നമ്മൾ ആ ഓടിച്ച ഐസ് വേർഷനായിട്ടുള്ള ഒരു ഡിഫറൻസ് നമ്മൾ ഇ വി ആയിട്ട് കുറച്ച് യൂസ്ഡ് ആവാൻ കേട്ടോ. ഇ വി ഓടിച്ച് ഇ വിയുടെ സ്റ്റൈലോട്ട് നമ്മൾ മാറാനുണ്ട്. പെട്രോളിൽ നമ്മൾ കാലം കൊടുക്കുന്ന പോലെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു റേഞ്ചും കാര്യങ്ങളും നമുക്ക് കുറയും, അത്രേ ഉള്ളൂ. റേഞ്ച് കുറയും, നമുക്ക് അത്രയും കിട്ടത്തില്ല. പിന്നെ കുറേ നമ്മൾ യൂസ്ഡ് ആവാനുണ്ട്. ഇതിനകത്ത് റീജനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ ആൾറെഡി നമ്മുടെ വണ്ടിയിൽ ഒരു പ്രീസെറ്റ് ആയിട്ട് കുറച്ച് ഇത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ എ സി ഇപ്പം നമുക്ക് ഓഫ് ചെയ്തപ്പോൾ റേഞ്ച് നേരത്തെ പറഞ്ഞാൽ കൂടുതൽ കാണിച്ചു, അങ്ങനെയൊക്കെ ഉണ്ട്. എ സിയിൽ നമുക്ക് കുറച്ച് ചാർജും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഓക്കെ, ബാക്കി ഈ ക്ലസ്റ്ററിനകത്തുള്ള കാര്യങ്ങളാണ്. അനുവിനെ ജസ്റ്റ് ഇവിടുത്തെ സെൻട്രൽ കൺസോൾ എന്ന് പറയാം. ഇത് ഫിജിറ്റൽ കൺട്രോൾസ് ആണ്, അതായത് കുറച്ച് ഫിസിക്കൽ കൺട്രോൾസും ബാക്കി ഡിജിറ്റലുമാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഫിസിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എ സിയുടെ ടെമ്പറേച്ചർ ആണ്. ഇത് അപ്പ് ആൻഡ് ഡൗൺ ടെമ്പറേച്ചർ പ്ലസ് മൈനസ്. ഇത് ഫാൻ സ്പീഡും ആണ് വരുന്നത്. അപ്പം നമ്മൾ കൂട്ടുകയാണെങ്കിൽ ഇതിനകത്ത് കാണാൻ പറ്റും. ഇവിടെ അപ്പം നമ്മൾ ടെമ്പറേച്ചർ ഇവിടെ അറിയാൻ പറ്റും. അതുപോലെ ഫാൻ സ്പീഡ് ഇവിടെ നമുക്കിപ്പോൾ 3-ലാണ് ഇപ്പോൾ ഫാൻ സ്പീഡ്. ഇതിനകത്ത് തന്നെ കുറയ്ക്കാനും കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ടച്ചിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ഈ ഫിജിറ്റൽ ബട്ടൺ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇതിൽ കൊടുത്താലും നമുക്ക് കൺട്രോൾ ചെയ്യാം. എ സിയുടെ കൺട്രോൾസ് ഇതാണ് ഫുൾ ആയിട്ട് നമുക്ക് കിട്ടും. എന്തൊക്കെയാണ് ഉള്ളതെന്ന് അതിനകത്ത് തന്നെ ഇപ്പോൾ നമുക്ക് എക്കോണമി എ സി ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഇതിൽ കൂടെ തന്നെ പറ്റും. ഓക്കെ, അപ്പം അതിൻ്റെ കൺട്രോൾസ് ആണ്. ഇത് എ സി ഓൺ ആക്കാനുള്ള ബട്ടൺ, ടോട്ടലി ഓഫ് ചെയ്യണമെങ്കിലുള്ള ബട്ടനാണ്. ഇനി ഇൻ കേസ് ഇതിനകത്ത് മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എ സി മാത്രം ഓഫ് ആവും, ബ്ലോവർ വർക്കിംഗ് കിട്ടും. ഫുള്ളി ഓഫ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഓഫ് കൊടുക്കുക. ഇനിയിപ്പം ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോൾ ഉള്ളതാണ്. അപ്പം ഓട്ടോ ഇട്ട് കഴിഞ്ഞാൽ പുറത്തെ ടെമ്പറേച്ചർ റെസ്പെക്റ്റീവ് അകത്തെ ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കലി സെറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ടെമ്പറേച്ചറും ഫാനും സെറ്റ് ആവും. ടെമ്പറേച്ചറും സെറ്റ് ആവും അല്ലേ? ടെമ്പറേച്ചർ സെറ്റ് ആവും, ഫാനും സെറ്റ് ആവും. അപ്പം അതിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പം ഇത്രയും ബ്ലോവർ ഇപ്പോൾ വന്നപ്പോൾ പുറത്ത് നല്ല ചൂടാണ്, 31 ഡിഗ്രി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ബേസ് ചെയ്തിട്ട് ക്യാബിൻ ഒന്ന് കൂളായി കഴിയുമ്പോൾ ഈ ഫാൻ സ്പീഡ്. അപ്പോൾ ബ്ലോവർ ഇപ്പോൾ ഓട്ടോയിലിട്ടപ്പോൾ ഫുൾ സ്പീഡിൽ വർക്ക് ചെയ്യാണ്, ക്യാബിൻ ഹീറ്റ് ആയിട്ടാണ്. ദെൻ ഈ പറഞ്ഞ ഇതെല്ലാം നമ്മുടെ ഫ്രണ്ട് ഡീഫോഗറിന്റെയും ബാക്ക് റിയർ ഡീഫോഗറിന്റെയും ഇതെല്ലാം നമ്മൾ നോർമലി എല്ലാം നമ്മൾ എ സി വരുന്ന സെയിം കൺട്രോൾസ് ആണ്. ടച്ച് ആക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. എക്സ്ട്രാ അതിനകത്ത് വന്നേക്കുന്നതാണ് നമുക്ക് ഈ പറഞ്ഞ 360 ഡിഗ്രി ക്യാമറ. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പം ഫ്രണ്ട് കാണുന്നത് മാല കണക്കാണ്. നമ്മുടെ 3D വ്യൂ ഇട്ട് കഴിഞ്ഞാൽ ഇത് കണക്ക് ചുറ്റും കിട്ടും. ഇൻ കേസ് ഡോർ എന്തെങ്കിലും ഓപ്പൺ ആണെങ്കിൽ അവിടുത്തെ ക്യാമറ ഓഫ് ആവും. അപ്പോൾ ഡോർ ഫുള്ളി ക്ലോസ്ഡ് ആണെങ്കിൽ ആയിരിക്കും ഇതെല്ലാം. അത് കൊള്ളാം കേട്ടോ, ആ ഫീച്ചർ. ആ സൈഡിലെ ക്യാമറ അങ്ങ് ബ്ലർ ആവും ഡോർ ഓപ്പൺ ആണെങ്കിൽ. പിന്നെ ഇതിനകത്ത് നമുക്ക് ആംഗിൾസ് ഏത് സൈഡിൽ നോക്കാം. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പം നമുക്ക് എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം. ഇനി ഇതിന്റെ 2D വ്യൂവും വരുന്നുണ്ട്, 3D മുകളിലായിട്ട്. 2D എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഈ പറഞ്ഞ മുകളിൽ ജസ്റ്റ് ഒരു ഇത് മാത്രം കിട്ടും, ഇങ്ങനെ കിട്ടും. ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, നമ്മുടെ റിവേഴ്സ്, ഫ്രണ്ട്, ഇങ്ങനെ കിട്ടും. പിന്നെ ഇതിന് താഴെ 2 ഓപ്ഷൻ ഉണ്ട്. ഇതാണ് പ്രസ് ചെയ്യുന്നെങ്കിൽ ഫ്രണ്ടിലെ റൈറ്റ് സൈഡും ഫ്രണ്ട് ലെഫ്റ്റ് സൈഡും. ഇനി ബാക്ക് ആണെന്നുണ്ടെങ്കിൽ റിയറിലെ റൈറ്റ് സൈഡ്, റിയർ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മൊത്തത്തിൽ നോക്കണമെങ്കിൽ അറിയാൻ പറ്റും. ഇത് പോളി സെറ്റിംഗ് ആണ്. കാരണം ഇത് നമ്മളെ പഞ്ച് ഒരു ചെറിയൊരു സബ് ഫോർമാറ്റിൽ വരുന്നൊരു വണ്ടിയാണെങ്കിലും ഇത് നമ്മുടെ സത്യത്തിൽ ഒരു പ്രോപ്പർ ഓഫ് റോഡറിൽ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് വേറൊരാളുടെ ഒരു സഹായം ഇല്ല, നമുക്കിപ്പം ആ വണ്ടി എടുക്കാൻ പറ്റും. വണ്ടി തള്ളാൻ വേറൊരു സഹായം വേണ്ട, ഞാൻ മാത്രം മതി. കാരണം 4 സൈഡ് നമുക്ക് ഇപ്പൊ ഫ്രണ്ട് 2 ക്യാമറ മാത്രം നമുക്ക് കാണാൻ പറ്റും, അതുപോലെ ബാക്ക് 2 ക്യാമറ. അപ്പോൾ നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല, കല്ലോ എന്തെങ്കിലും കാര്യം. ഇനി ആകെ മിസ്സിംഗ് വെച്ചാൽ നമ്മുടെ അണ്ടർ ബോഡി ലൈക്ക് വണ്ടിയുടെ അടിയിൽ വല്ല കല്ലും തട്ടുന്ന കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, ബാക്കി ഇതെല്ലാം നമ്മളെ ഡിക്കി ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യുന്നത് ഇതാണ്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അൺലോക്ക് ആവും, മാനുവലി നമ്മൾ ഓപ്പൺ ആണ്. നമ്മുടെ ഹിൽ ഡിസൈൻ കൺട്രോൾ, ഹാസാർഡ് ബട്ടൺസ് ആണ്. ഹാസാർഡ് ഇപ്പം നമുക്ക് ഈ പറഞ്ഞിട്ട് ടച്ച് കണ്ടോ. അപ്പം മിക്കവരും ചോദിക്കാറുണ്ട് ഒരു എമർജൻസി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വിച്ച് ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പം വരുന്നു എന്ന് പലരും പറയും. പക്ഷേ ആക്ച്വലി പഞ്ചിനകത്ത് നെക്സോണിനകത്താണ് നമ്മൾ ഇപ്പം എമർജൻസി ആയിട്ട് ബ്രേക്ക് പ്രസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി. പിന്നെ ഇത് ഫോഗ് ലാമ്പിന്റെ ബട്ടൺ ആണ്. അതായത് നമ്മുടെ ഹെഡ് ലാമ്പ് ഓൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഫോഗ് ലാമ്പ് ഓക്കാനുള്ള ഓപ്ഷൻ ആയിട്ട്, അതായത് പാർക്ക് ലൈറ്റോ ഇത് ഓൺ ആക്കാൻ മാത്രമേ ഓൺ ആക്കാൻ പറ്റൂ. ഇനി ഇൻ കേസ് നമ്മുടെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്, ഫോഗ് ലാമ്പ് ഓൺ ആക്കാൻ മറന്നുപോയാൽ പോലും നമ്മുടെ സ്റ്റിയറിംഗ് റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ കോർണറിൽ ഫോഗ് ലാമ്പ്സും വരുന്നുണ്ട്. ഈ ബട്ടൺ എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ വണ്ടി ഇപ്പോൾ ചാർജ് ചെയ്യാൻ ഒരു ചാർജിങ് സ്റ്റേഷൻ ഇട്ടു, ചാർജ് ഫുൾ ആയിട്ട് നമ്മൾ ചാർജർ ഗണ്ണ് ഓഫ് ചെയ്തു. അപ്പം നമ്മൾ നേരത്തെ ആപ്ലിക്കേഷനിൽ പറഞ്ഞാണ് ഡിസ്കസ് ചെയ്തത്. ഇപ്പം ഫുൾ ആയപ്പോൾ നമ്മൾ ഫോണിനകത്ത് സ്റ്റോപ്പ് ചാർജിങ് കൊടുത്തു, ചാർജിങ് സ്റ്റോപ്പായി. എന്നിട്ട് നമ്മൾ നേരെ എന്ന് ഗണ്ണ് റിമൂവ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഗണ്ണ് റിമൂവ് ആവത്തില്ല, ഇലക്ട്രിക് ലോക്ക് ആയിരിക്കും അത്. അപ്പം ആ ലോക്ക് നമുക്ക് ഇത് പ്രസ് ചെയ്താൽ മാത്രമേ അൺലോക്ക് ചെയ്യാൻ പറ്റൂ. അപ്പം നമ്മൾ ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജിങ് സ്റ്റേഷൻ്റെ ഇത് ആപ്ലിക്കേഷൻ ഓഫ് ചെയ്യുക, വണ്ടി തുറന്ന് ഈ ബട്ടൺ പ്രസ് ചെയ്യും. ഒരിക്കൽ തവണ പ്രസ് ചെയ്താൽ മാത്രമേ ഗണ്ണ് റിമൂവ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഇതേപോലെ ഒരാൾക്കാർ ഇതേപോലെ ഗണ്ണ് ലോക്ക് ആയിപ്പോ കുറെ നേരം പെട്ടു, എന്തോ എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ള കാര്യം പറഞ്ഞു. ഇത് നമുക്ക് ആക്ച്വലി ഇത് എല്ലാ ടൈമും നമുക്ക് വണ്ടി ഇതി പ്രസ് ചെയ്താൽ മാത്രമേ ഗണ്ണ് ഊരിയെടുത്തുള്ളൂ. ഇപ്പൊ നമുക്ക് ബ്രോ പറഞ്ഞ കണക്ക് ഗണ്ണ് ഇൻ കേസ് ലോക്ക് ആയി പോയാൽ
നമുക്ക് ഫ്രണ്ട് ബോണറ്റ് തുറന്നിട്ട് അവിടെ തന്നെ ഒരു ഓപ്ഷൻ ഒരു നോബ് ഉണ്ട്. ആ നോബ് പ്രസ് കഴിഞ്ഞാൽ നമുക്ക് മാനുവലി അതാണ് വരുന്നത്. ഇനി ഇപ്പുറത്ത് ഒരു ബട്ടൺ കൂടെ ഉണ്ട്. അത് നമുക്ക് ഒട്ടും വിസിബിൾ ആയിരിക്കത്തില്ല, കാരണം ഇപ്പൊ വണ്ടി ഓൺ ആയി കിടക്കുകയാണ്. വണ്ടി ഓഫ് ചെയ്യുമ്പോഴായിരിക്കും അത് ഓൺ ആയി വരുന്നത്. ഈ ഒരു ബട്ടൺ അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇലക്ട്രിക്കലി ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടണാണ്. അപ്പൊ നമ്മൾ അഥവാ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഡിസേബിൾ ആയി നിൽക്കുന്നത് കൈ തട്ടിയൊന്നും അറിയാതെ ഇത് ഓപ്പൺ ആവാതിരിക്കാൻ. വണ്ടി ഫുള്ളി ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുത്തെ ലിഡ് ഓപ്പണിങ്ങിന്റെ ബട്ടൺ കാണും. ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഫീച്ചർ ഉണ്ട്, നമുക്ക് കാണാത്ത ഫീച്ചറുകളുണ്ട് ഇതിനകത്ത്. ഇതിപ്പം നമുക്ക് ഇങ്ങനെ ബട്ടൺ നമുക്ക് അറിയത്തില്ല, പക്ഷെ സംഭവം ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമ്മൾ പെട്രോൾ വണ്ടിയിലൊക്കെ പെട്രോൾ ലിഡ് തുറന്നിട്ട് പോകില്ല, ഇപ്പൊ നമ്മൾ അതുകൊണ്ടാണ് വണ്ടി ഓഫ് ആയതിനു ശേഷം ആ ലൈറ്റ് കത്തത്തുള്ളൂ. അപ്പം വണ്ടി ഓഫ് ആകുമ്പോൾ ഇതേപോലെ വൈറ്റ് ലൈറ്റ് ആയിരിക്കും കത്തുന്നത്. കത്തിയതിനു ശേഷം നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇതാണെങ്കിൽ ഓറഞ്ച് ലൈറ്റ് ആകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ലിഡ് ഓപ്പൺ ആയി എന്ന് മനസ്സിലാവുന്നത്. അപ്പം ജസ്റ്റ് വൈറ്റ് ആണെങ്കിൽ ലിഡ് ക്ലോസ്ഡ് ആണ്. ഒന്ന് അതിനകത്ത് ഒരു പ്രസ് ചെയ്യുമ്പോൾ ഇതേപോലെ ഓറഞ്ച് ലൈറ്റ് ആയിട്ട് അത് മാറും. വൈറ്റ് ലൈറ്റ് ഓറഞ്ച് ലൈറ്റ് ആയിട്ട് മാറുമ്പോൾ നമുക്കറിയാം ലിഡ് ഓപ്പൺ ആയി. അതാണ് വരുന്നത്. ബാക്കി ഇതാണ് നമ്മളെ ഗിയറിംഗ് സിസ്റ്റം വരുന്നത്. ഒരു ജുവൽഡ് കൺട്രോൾ നോബ് ആണ് വരുന്നത്. ഇതിപ്പം പാർക്ക് ബട്ടൺ പാർക്കിലാണ് കിടക്കുന്നത്. ഇതാണെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്, റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ്, തിരിച്ച് ആന്റി ക്ലോക്ക് വൈസ് നോർമൽ പാർക്കിലോട്ടും വരുന്നുണ്ട്. ഡിഫോൾട്ട് ആയിട്ട് വണ്ടിക്ക് സിറ്റി മോഡിലാണ് വണ്ടി കിടക്കുന്നത്. നമ്മളിപ്പോൾ ഏത് മോഡ് യൂസ് ചെയ്താൽ പോലും നമുക്ക് ഡിഫറെൻറ്റ് 2 മോഡ്സ് ഉണ്ട്, എക്കോണമി സ്പോർട്ടും. നമ്മൾ ഏത് മോഡ് യൂസ് ചെയ്തിട്ട് വണ്ടി ഓഫ് ചെയ്തിട്ട് വണ്ടി റീസ്റ്റാർട്ട് ചെയ്താലും ഈ പറഞ്ഞ പോലെ വണ്ടി സിറ്റി മോഡിലോട്ടായിരിക്കും ഡിഫോൾട്ട് വേണം. ഇനിയിപ്പോൾ നമുക്കൊരു പെട്ടെന്ന് ഓവർടേക്ക് ഉണ്ട്, സഡനായിട്ട് ഒരു പവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബട്ടൺ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോർട്ട് മോഡ് ഓണാവും. ഓക്കെ, സ്പോർട്ട് മോഡ് ഓണാ. സ്പോർട്ട് മോഡ് ഓൺ നമുക്ക് ഇവിടെ ക്ലസ്റ്റർ എന്തും കാണിക്കും, സ്പോർട്ട് മോഡ് ആണെന്നുള്ളത് കാണിക്കും. സ്പോർട്ട് മോഡ് ഓൺ ആയപ്പോൾ കണ്ടോ നമ്മുടെ റേഞ്ച് ഇച്ചിരി കുറഞ്ഞായിട്ട് 89 ആയി. അപ്പം ഇപ്പൊ സിറ്റി ഓഫ് ആയിട്ട് സ്പോട്ട് ഓൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്നുകൂടെ പ്രസ് കഴിഞ്ഞാൽ സ്പോട്ട് ഓഫ് ആയിട്ട് സിറ്റി മോഡ് ആയിട്ട് ഡിഫോൾട്ട് ഓൺ ആവും. ഇപ്പൊ നമുക്ക് അത് ആക്ടിവേറ്റ് അല്ല, അല്ലെ സൗണ്ട് കേൾക്കാത്ത, ബ്രേക്ക് പിടിക്കാത്തതുകൊണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ബ്രേക്ക് പിടിക്കാത്തതുകൊണ്ട് അത് ആക്റ്റീവ് ആവത്തില്ല കേട്ടോ. ബ്രേക്ക് പിടിച്ചാൽ മാത്രമേ നമുക്ക് മോഡ് കാര്യങ്ങളൊക്കെ സെറ്റിംഗ്സിനകത്താണെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ സെറ്റിംഗ്സിനകത്ത് ഈ പറഞ്ഞ വോളിയത്തിനകത്ത് നമ്മൾ സിസ്റ്റം വോളിയം അല്ലെങ്കിൽ അലേർട്ട് വോളിയംസ് എല്ലാം ഉണ്ട്. അത് നമുക്കിപ്പം ചിലർക്ക് ഇത് ഇറിറ്റേഷൻ ആയിരിക്കും. സ്പോർട്ട് മോഡ് അത് മാറ്റാൻ പറ്റും. മാറ്റാനുള്ള ഓപ്ഷൻ. പിന്നെ തൊട്ട് ബാക്കി കാണുന്ന നമ്മളെ എക്കോണമി ബട്ടണാണ്. ഇലക്ട്രിക് പാർക്കിംഗ് 4 വീലും ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. അതേപോലെ അതിന്റെ കൂടെ ഇലക്ട്രിക് പാർക്കിംഗ് ആണ് വരുന്നത്. അപ്പൊ കുറച്ചുകൂടെ സേഫർ ആണ് വണ്ടി. നമ്മളിപ്പോ നോർമൽ ഇലക്ട്രിക് പാർക്കിംഗ് ഇല്ലാത്ത വണ്ടി നമ്മൾ വണ്ടി വന്ന് ഓഫ് ചെയ്ത് ഇറങ്ങി ഹാൻഡ് ബ്രേക്ക് ഇടാൻ മറന്നു പോയാൽ ഫാക്ടറാണ്. പക്ഷെ ഇതാണെങ്കിൽ വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് എനേബിൾ ആയിരിക്കും. എനിക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഒരു ആംറസ്റ്റും ആണ് വരുന്നത്. അതേപോലെ അതിനകത്ത് ചെറിയൊരു സ്പേസും വരുന്നുണ്ട്. ഓക്കെ, ബാക്കി പിന്നെ നമ്മളെ ഈ ഒരു സൗണ്ട് നമുക്ക് വേണ്ടെങ്കിൽ ഈ സൗണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ ബാക്കി ഡിസ്പ്ലേ ഉള്ള സെറ്റിംഗ്സ് അതെല്ലാം വയർലെസ് ആയിട്ടാണ് കാണിക്കുന്നത്. എയർ ക്വാളിറ്റി ഇൻഡെക്സ് വരുന്നത്, വണ്ടിക്ക് ഇൻബിൽറ്റ് എയർ പ്യൂരിഫയർ വരുന്നുണ്ട്. അപ്പം ആ എയർ ക്വാളിറ്റി എപ്പോഴും ചെക്ക് ചെയ്ത് വണ്ടിക്ക് എന്തെങ്കിലും ഹാർംഫുൾ ആയിട്ടുണ്ടെങ്കിൽ അത് പ്യൂരിഫൈ ചെയ്ത് കളഞ്ഞോളാം. ഇൻ കേസ് ഇതിപ്പോൾ എയർ ക്വാളിറ്റി ഗുഡ് ആണ്, അതാണ് ഇങ്ങനെ കാണിച്ചത്. ഇൻ കേസ് എന്തെങ്കിലും വണ്ടി ഇപ്പോൾ നമ്മൾ ഗ്ലാസ് തുറന്നിട്ടാക്കിയാണ് അല്ലെങ്കിൽ പൊടി ഒരുപാട് കയറാൻ അത് കാണിക്കും ഓട്ടോമാറ്റിക്കലി. അത് കൊള്ളാം കേട്ടോ, നൈസ്. പിന്നെ ഇതാണ് അവിടെ ആർക്കി നമ്മുടെ തേർഡ് സർവീസ് സെക്കൻഡ് സർവീസ് ഒക്കെ ആകുമ്പോൾ ഈ ക്യാബിൻ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യുമ്പോൾ അവർ ഈ എയർ പ്യൂരിഫയറിന്റെ ഫിൽറ്ററും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അത് പൊളി ഫീച്ചർ. ദെൻ RKD നമ്മൾ നേരത്തെ പറഞ്ഞാൽ അതായത് ഒരു നമ്മുടെ ഫോണിനകത്ത് പ്ലേ സ്റ്റോർ ഉള്ള പോലെ അല്ലെങ്കിൽ നമ്മുടെ ഐഫോണിനകത്ത് ആപ്പ് സ്റ്റോർ വരുന്നതാണ് RKD എന്ന് പറഞ്ഞാൽ. അതിന്റെ യൂസ് ഞാൻ പറഞ്ഞത് നമ്മൾ നേരത്തെ സെറ്റ് കണക്ട് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ RKD എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫ്രീ ടൈം നമ്മളിപ്പോൾ വണ്ടിയായിട്ട് ഒരു ഡ്രൈവ് പോകണം, അപ്പോൾ ചാർജിങ് സ്റ്റേഷനിൽ ചെന്ന് ചാർജ് ചെയ്തിട്ടാകുന്ന സമയം നോർമലി നമ്മൾ ഫോണിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കും. ആ ടൈമിൽ ഇപ്പോൾ ഇൻ കേസ് ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കാൻ നമുക്കൊരു ഫിലിം കാണണം, ഒരു 3/4 മണിക്കൂറാണ് നമുക്ക് ചാർജിങ് ടൈം എടുക്കുന്നത്. ആ ടൈമിൽ എന്തെങ്കിലും ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഒരു ഫിലിം എന്തെങ്കിലുമൊക്കെ കാണാൻ നമുക്ക് ഈ RKD ആക്ടിവേറ്റ് ചെയ്താൽ ഞാനത് നമുക്ക് യൂട്യൂബും ഹോട്ട്സ്റ്റാറെല്ലാം ഡൗൺലോഡ് ചെയ്ത് സ്ട്രീം ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അതിനുള്ള ഒരു ഓപ്ഷനാണ്. ഒരു കാര്യം ഞാൻ ചോദിക്കാൻ പറ്റും, നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഈ നമ്മുടെ വണ്ടി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് AC ഇടാൻ പറ്റുമോ? പറ്റും. അതായത് വണ്ടി നമ്മൾ ബ്രേക്ക് പ്രസ് ചെയ്ത് ഓൺ ആക്കാം. ആക്ച്വലി ഇവിടെ റെഡി ആണ്, ഇത് വണ്ടി റണ്ണിങ്ങിനായിട്ട് റെഡി ആവത്തില്ല. പക്ഷേ AC എല്ലാം ഓൺ ആയി കിടക്കാം. നെക്സോണിനകത്ത് ഇതിനകത്ത് എല്ലാത്തിനകത്തും പറ്റും. അതായത് നമ്മുടെ ഈ വണ്ടിയിൽ നേരത്തെ പറഞ്ഞ 2 സെറ്റിംഗ്സ് സിസ്റ്റം അത് 2 ഓൺ ആവും. അതായത് ഒന്ന് ഇതിന്റെ സിസ്റ്റവും വണ്ടി വണ്ടി ആക്ച്വലി മോട്ടോർ ഓൺ ആവും, പക്ഷേ മോട്ടോർ റണ്ണിങ് കണ്ടീഷനിലോട്ട് റെഡി ആയി പോകത്തില്ല. ബാക്കി ഇതെല്ലാം പിന്നെ ഓരോ ഈ പറഞ്ഞ ക്ലൈമറ്റ് കൺട്രോളും നമ്മളെ ഇമേജ് വ്യൂസും മീഡിയ മൂഡ് ലൈറ്റിംഗ് നമ്മളെ ഫോൺ കണ്ടന്റുകളും ബാക്കി സെറ്റിംഗ്സ് നമ്മളെ വണ്ടിക്ക് മൂഡ് ലൈറ്റും കാര്യം വരുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് സത്യം പറഞ്ഞാൽ ഈ വണ്ടി ഒരു EV അല്ല, നമുക്ക് ഭയങ്കര പോസിറ്റീവ് ഫീൽ തരുന്ന ഒന്ന് ഈ വണ്ടിക്ക് സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. രണ്ടാമത്തെ ഇതിന്റെ ഈ ഒരു കളർ തീമാണ് കേട്ടോ. ടാറ്റ ഭയങ്കരമായിട്ട് നമ്മളിപ്പം 3 വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു, 3 കമ്പനി. അപ്പോൾ അതിൽ നമുക്ക് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ഫീച്ചറും കൊടുത്തിരിക്കുന്നത്. എല്ലാ ഫീച്ചറിന് പറഞ്ഞാൽ പോരാ സത്യം പറഞ്ഞാൽ ഒരുപാട്. അതായത് 4 ഡിസ്ക് ബ്രേക്ക് ഞാൻ എപ്പോഴും മെയിനായിട്ട് നോക്കുന്ന കാര്യം. കാരണം എന്ന് വെച്ചാൽ ബാക്ക് ഡ്രം വരുമ്പോൾ നമുക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു പൊങ്ങൽ വരും ബാക്കിലോട്ട്, കോൺഫിഡൻസ്. അത് മാത്രമല്ല ബ്രേക്കിംഗ് ഭയങ്കര വ്യത്യാസമാണ്. 4 ഡിസ്കുള്ള വണ്ടി ഓടിച്ച ശീലമുള്ളവർക്ക് അറിയാം, 4 ഡിസ്ക് ഇല്ലാത്ത വണ്ടി ഭയങ്കര ഡിഫറൻസ് ആണ് ബ്രേക്കിങ്ങിൽ. അത് തന്നെ ഭയങ്കര കോൺഫിഡൻസ് ആണ്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ്. പിന്നെ ടെക്നോളജിയിൽ ഫുൾ കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആണ്. ഒരുപാട്
ഫീച്ചേഴ്സും എല്ലാം ഫുള്ളി പാക്ഡ് ആയിട്ടാണ് ഈ വണ്ടി വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഓട്ടോ ഡിമ്മിങ് എയർ വേവ്സ് വരുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്നത് നമുക്ക് പാസഞ്ചർ സൈഡിൽ എയർ ബാഗ് ഇപ്പൊ ഇൻകേസ് നോർമലിനകത്ത് കാണിച്ചു നമ്മൾ ഫ്രണ്ടിൽ കുഞ്ഞുങ്ങളായിട്ട് ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ എയർ ബാഗ് ഓപ്പൺ ആയി കുഞ്ഞുങ്ങൾക്ക് അതുകൊണ്ടാണ് പറയുന്നത് ഫ്രണ്ട് ഇരുത്തരുതെന്ന് പോലും. അപ്പം ഇൻകേസ് അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഒറ്റ എയർ ബാഗ് മാത്രമായിട്ട് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ, ബാക്കി ഫുൾ എയർ ബാഗ് ഇത് മാത്രമായിട്ട് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക്. പിന്നെ ഇവരുടെ എമർജൻസി കോളിൻ്റെ ആയിട്ട് ഇൻകേസ് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ അസിസ്റ്റൻ്റ് ഉള്ള ബട്ടൺസ് എല്ലാം ഓട്ടോമാറ്റിക്കലി കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പാൻ ആയിട്ടുള്ള സൺറൂഫാണ് വരുന്നത് നമുക്ക്. പിന്നെ നമ്മുടെ ഫുൾ സൺറൂഫ് ആണ്, കിഡിലും വലിയ സൺറൂഫ് തന്നെയാണ് നമ്മുടെ പഞ്ചിലും കൊടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് ഇവിടെ ജസ്റ്റ് സിംഗിൾ ടച്ചിൽ തന്നെ നമുക്ക് ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് കിഡിലും എയറും നമുക്ക് അത്രയും വെന്റിലേഷനും കിട്ടും. നമ്മൾ നല്ല ലൊക്കേഷനിലോട്ടൊക്കെയാണ് പോകണമെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ക്ലോസ് ചെയ്യാം, നമുക്ക് വേണ്ട അത്രയും ഇതിൽ ഫുൾ ക്ലോസ് ആവും. വേണ്ട ലെവലിൽ നമുക്ക് വേണമെങ്കിൽ നിർത്താൻ പറ്റും. അതിൽ ഷെയ്ഡ് മാനുവലി ക്ലോസ് ചെയ്യണം. നമുക്ക് ഇൻകേസ് ഈ പറഞ്ഞ ഏരിയ ഫീൽ ആയിട്ട് അടിയിലിട്ട് കിട്ടും. വെട്ടം മാത്രം മതിയെങ്കിൽ ഇത് തുറന്നിടാം, നമുക്ക് ഇത് ഗ്ലാസ് ഓപ്പൺ ആക്കണമെന്നില്ല. പക്ഷെ വെയിലാണ് ഇപ്പൊ നമ്മൾ ഫുൾ ക്ലോസ് ഇട്ടേക്കാം. പിന്നെ ബാക്കി നമ്മുടെ നോർമൽ ബ്ലൂടൂത്ത് എല്ലാം കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്നത് ഈ ഒരു ബട്ടൺ കൊടുക്കും മോഡ് സെലക്ട് ഉണ്ട്. അപ്പൊ ആദ്യം പാട്ട് പ്ലേ ചെയ്യുമ്പോഴത്തേക്കും പ്ലേ ആകും, കാരണം FM ലായിരിക്കും കിടക്കുന്നത്. പ്രസ് ചെയ്ത് നമ്മളെ നോർമൽ ബ്ലൂടൂത്തിലോട്ട് പറയാം. കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ബട്ടൺ, ഡിക്ലൈൻ ചെയ്യാനുള്ള ബട്ടൺ, ഇവരുടെ വോളിയം അപ്പ് ഡൗൺ മ്യൂട്ട്, ബാക്കിയെല്ലാം ക്രൂയിസിന്റെ ബട്ടൺസ് നോർമൽ ഇപ്പൊ നമ്മളെല്ലാ വണ്ടിക്ക് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്തുള്ള എല്ലാ വണ്ടിക്കകത്തും വരുന്നതാണ്. പിന്നെ ഇതിന്റെ എല്ലാം ഉണ്ട്, ഒരുവിധം വിട്ട മിക്കതെല്ലാം ഉണ്ട്. ഇതിന്റെ ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇലൂമിനേറ്റ് ഫസ്റ്റ് ഏതായാലും ഇന്ത്യയിൽ വരുന്ന ഫസ്റ്റ് ഡിജിറ്റൽ സ്റ്റിയറിംഗ് വീലും കൂടാണ്, സ്മാർട്ട് ഡിജിറ്റൽ സ്റ്റിയറിംഗ് വീലാണ്. ഈ ലൈറ്റ്, ഈ എംബ്ലം എന്ന് വെച്ചാൽ ലൈറ്റ് ഉണ്ട് ലോഗോ. അതുപോലെ ഇത് ഫുൾ എല്ലാം ഇത് ടച്ച് പാനലാണ് ഇത് ഫുൾ കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ സഫാരിയിലും ഹാരിയറിലും അല്ലയോ എക്സോണിലും കർവിലും ഉൾപ്പെടെ സെയിം, അതായത് ഈ ഒരു ഇതാ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ. ഇപ്പൊ ഈ വണ്ടിയുടെ ഒരു വേറൊരു പ്രത്യേകത ഈ ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്, ഈ ഒരു ക്യാബിന്റെ പ്രത്യേകത. കാരണം ഒരു മൊത്തത്തിൽ ഒരു റേഞ്ച് റോവർ ഫീൽ ആണ്. ഇപ്പം നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇപ്പം നമ്മൾ പെട്ടെന്ന് ഏത് വണ്ടിയാണെന്ന് പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല, പ്രത്യേകിച്ച് പഞ്ചിനകത്തിരിക്കുമ്പോൾ. കാരണം അതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. പഞ്ചിൽ ഈ ഒരു ആംഗിളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന വണ്ടി ഇപ്പം റേഞ്ച് റോവർ ആണെന്ന് പറഞ്ഞാൽ ഇവോക്ക് അതേപോലെ സെയിം ഒരു ഇതാണ് കൊടുത്തേക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു സ്ക്വയർ ഒരു റെക്ടാങ്കിൾ ഷേപ്പാണ് ഇതിൻ്റെ വിൻഡോസും കാര്യങ്ങളെല്ലാം പോയിരിക്കുന്നത്. പക്ഷേ നെക്സോൺ എന്ന് വെച്ചാൽ കുറച്ചും കൂടെ കർവ്ഡ് ഒരു വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഇനി ഈ പറഞ്ഞ നമ്മൾ എത്രയൊക്കെ ഡിസ്കസ് ചെയ്താൽ ഇനി ഇത് യൂസ് ചെയ്യുമ്പോഴാണ് അതിനകത്ത് ഡൗട്ട്സും കാര്യങ്ങളെല്ലാം വരുന്നത്. ഞാനിങ്ങനെ ബ്രോയ്ക്ക് നമ്മുടെ 5GB ഒഫീഷ്യൽ കേരളയുടെ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് കൂടെ ഞാൻ ഷെയർ ചെയ്യാം. നമ്മൾ ഓൾമോസ്റ്റ് കേരളത്തിലുള്ള ഒരുപാട് മിക്ക ഓണേഴ്സ് അതിനകത്തുണ്ട്. അപ്പം ഇതിനകത്ത് തന്നെ നമുക്കുള്ള ഡൗട്ട്സോ കാര്യം എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ചോദിക്കാം. പിന്നെ ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഞങ്ങളാരെങ്കിലും വിളിച്ചിട്ടൊന്നും കിട്ടാത്തൊരു സിറ്റുവേഷൻ വരും, അപ്പോൾ ഹെൽപ്പിന് ആ രീതിയിൽ നമുക്ക് യൂസ് ആവും. ആണെങ്കിൽ ഈ വോക്കിൻ്റെ ഈ ഓണേഴ്സ് കേരളയുടെ ഗ്രൂപ്പുകൾ ഓൾറെഡി അവൈലബിൾ ആണ്. കാരണം ഇത് വേറൊരു അത്രയും വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ വെറുതെ ഡിസ്കസ് ചെയ്യുന്ന പോലെ അല്ല കേട്ടോ, നമുക്കിത് വീട്ടിൽ പോയി തന്നെ ഒരാഴ്ചത്തിൽ കൂടുതൽ പഠിക്കാം. ഒരാഴ്ച അല്ല, ഇപ്പം നോർമൽ വണ്ടിയാൻ തന്നെ ഇതിൽ നമുക്ക് അറിയാത്ത തന്നെ ഇവർക്കിപ്പം ഫുൾ അറിയണമെന്നില്ല. നമുക്ക് ഈ മാനുവലിലൊക്കെ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് ഫുൾ ഇതിലും നമുക്ക് വേണ്ടതും വേണ്ടാത്തതായിട്ട് പലതും ചെറിയ ചെറിയ ഫീച്ചേഴ്സ് കമ്പനി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ പഠിച്ച് അതുമാത്രമല്ല പുതിയൊരു പ്ലാറ്റ്ഫോമാണ് EV. ഇപ്പം ഞാൻ ഫസ്റ്റിൽ നമുക്ക് വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ നമ്മൾ അതേപോലെ എന്തായിരുന്നു ഈ ബ്രേക്ക് അതേപോലെ സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റിങ്സിൻ്റെ ഓണാക്കുന്ന സിസ്റ്റംസ് അല്ല ബ്രേക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ നമ്മുടെ സിസ്റ്റം ഇത് ഡ്രൈവിലോട്ടൊക്കെ പോകത്തുള്ളൂ. ചില വീഡിയോയിലൊക്കെ ആൾക്കാർ ഇപ്പോൾ അറിയാതെ കംപ്ലൈൻറ്റ്സ് ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ കുറേ സംഭവം ഇതാണ് ബ്രേക്ക് നല്ല രീതിയിൽ ചവിട്ടാത്ത സമയത്ത് ഇത് ഡ്രൈവ് മോഡ് ഷിഫ്റ്റ് ആവത്തില്ല. അപ്പം അതൊക്കെ അങ്ങനെ കുറേ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഇതിന് കൂടുതലും കംപ്ലൈന്റ് പറയുന്നത് വെച്ചാൽ പെട്ടെന്ന് ഞാൻ അങ്ങനെ കാല് വെച്ചിട്ട് നോക്കി അങ്ങനെ വന്നാലും ഒന്ന് വിട്ട് ചവിട്ടി നോക്കണം കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ പാഡൽ ഷിഫ്റ്ററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, റീജനറേഷൻ കൺട്രോൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇലക്ട്രിക് വണ്ടിയിൽ നമുക്ക് ചാർജ് ചെയ്യുക മാത്രമല്ല നമുക്ക് ഓടുന്ന വഴിയിലും കുറച്ച് ചാർജ് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും. അതായത് അത് ബ്രേക്കിങ്ങിന് തുല്യമായിട്ടൊക്കെ വരും. അപ്പോൾ അതിന്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു പാഡൽ ഷിഫ്റ്റർ. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം, ഫുള്ളി ഫീച്ചർ പാക്കഡ്. അതായത് ഇലക്ട്രിക് വണ്ടി ഓടിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ പാഡൽ ഷിഫ്റ്റർ തപ്പാൻ പോകത്തില്ല, അങ്ങനെ ഓട്ടോമാറ്റിക് വണ്ടിയിൽ മാത്രം നമ്മൾ. അപ്പോൾ അതുപോലും അവർ നമുക്ക് ആ ഒരു ഫീൽ ഇത്രയും പൈസ കൊടുത്തെടുക്കുമ്പോൾ ആ ഒരു വിഷമമല്ല, ആ ഒരു ഫീച്ചർ നമുക്ക് റീജൻ നമുക്ക് സാധാരണ MGയിൽ കയറിയപ്പോൾ റീജന്റെ സ്വിച്ച് വേറെ ഭാഗത്താണ്. ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. പാഡിൽ നമുക്ക് പെട്ടെന്ന് വേണ്ടെങ്കിൽ റീജൻ ലെവലും കൂട്ടാൻ കൺട്രോളും ചെയ്യും ഓഫും ചെയ്യാം. കരഞ്ഞോ വിശക്കുന്നോ ബാക്കി ഇനി എല്ലാം നോക്കി സെറ്റ് ആയിട്ട് ഉറപ്പായിട്ടും സംശയം വരും, വിളിച്ചാൽ മതി.
ഈ പറഞ്ഞ ഞാൻ ഗ്രൂപ്പിന്റെ ലിങ്ക് കൂടെ ഞാൻ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ ഒന്ന് കയറുക, ഒന്ന് ജോയിൻ ചെയ്തേക്കാം. അപ്പം നമുക്ക് ഈ പറഞ്ഞ ബാക്കി ഓൾമോസ്റ്റ് ഓൾ കേരളത്തിലെ ഒരുപാട് ആളുകളുണ്ട്. അപ്പം അതൊന്ന് കയറി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും ഒരുപാട് ഗ്രൂപ്പിലുള്ള ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 5 ഇവിടെ ഞാൻ പറഞ്ഞ ഒരു ഒറ്റ ഗ്രൂപ്പ് മാത്രമല്ല, അവിടെ ഏതൊരു ഈവിടെ ഗ്രൂപ്പുകളാണെങ്കിലും ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിൽ നമുക്ക് പലരിൽ നിന്ന് പല ടിപ്സ് കിട്ടും. നമുക്ക് മാക്സിമം റേഞ്ച് കിട്ടാനാണെങ്കിൽ പല ഡ്രൈവിംഗ് സ്റ്റാൻസ് അറിയാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പം വാട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ അപ്പോൾ അതിൽ തന്നെ ഇപ്പം ചിലർ പറയും 120 130 താഴെ പോകാൻ ഭയങ്കര പാടാണ് എന്ന് വെച്ചാൽ അതിലും താഴെ നല്ലോണം ക്ലിയർ ആയിട്ട് ഓടിക്കുന്നുണ്ട്. അപ്പം ഏതാണെങ്കിലും ഈ പറഞ്ഞെങ്കിൽ നമ്മുടെ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് ആ ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ പറഞ്ഞ AC ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക, സഡൻ ആക്സിലേഷൻ ഒന്ന് കുറയ്ക്കുക. അന്ന് ആ ഓടിച്ചൊരു ഇതായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇങ്ങനെ നമ്മുടെ വണ്ടിക്ക് റേഞ്ച് കിട്ടും എന്നുള്ളത്. അതായത് ഈ വണ്ടി എന്ന് വെച്ചാൽ നമ്മളൊരു ഫോണിന്റെ സോഫ്റ്റ്വെയർ ആണ്. ഈ വണ്ടിക്ക് നമ്മളെയും പഠിക്കാനുണ്ട്, നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈലും. അപ്പോൾ അതായത് ഓരോ വണ്ടിക്കും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് സ്റ്റൈൽ അതായത് വണ്ടി ഒരാഴ്ച എടുത്ത് ഇപ്പോൾ നമ്മൾ പുതിയൊരു സോഫ്റ്റ്വെയർ നമ്മുടെ ഫോണിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ പുതിയ ഫോണിൽ നമുക്ക് പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇപ്പോൾ പുതിയ ഇതിൻ്റെ ഒരു സെറ്റിംഗ്സ് എന്ന് വെച്ചാൽ ഒരാഴ്ച നമുക്ക് കഴിയുമ്പോഴാണ് ഫുൾ ആ ഒരു ഭയങ്കര വ്യത്യാസം നമ്മൾ പുതിയ ഫോൺ വാങ്ങിച്ചിട്ടുള്ളവർക്കറിയാം. അതുപോലെ ഈ വണ്ടിയും കുറേ നമുക്ക് ഇതുപോലെ കാൽക്കുലേഷൻ കാര്യങ്ങളെല്ലാം പഠിക്കാനുണ്ട്. ഇപ്പോൾ തുടക്കത്തിൽ ഏത് ഒരു നോർമൽ മോഡിലായിരിക്കും കിടക്കുന്നത്, അതിൽ ആ ഡ്രൈവറിനനുസരിച്ച് വണ്ടി ടോട്ടലി ചേഞ്ച് ആവും. ഇപ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞാൽ ഇപ്പം വണ്ടി ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് 83% ചാർജ് ഉണ്ട്. ഇത് 5 അത് ഞാൻ പറഞ്ഞ കമ്പൽസറി പറയുന്നതല്ല, പക്ഷെ മാക്സിമം ട്രൈ ചെയ്യുന്നതല്ല. അതായത് 5-6 ചാർജിങ് 5 മതി. ഒരു 20 ആയിട്ട് ചാർജ് ചെയ്ത് ഫുള്ളാക്കുക. എപ്പോഴും ചിലവർ റേഞ്ച് ആങ്സൈറ്റി ഉണ്ട് 70-80 വീണ്ടും അങ്ങനെ ചെയ്യാം. പിന്നെ എപ്പോഴും ചാർജിങ് ഡിസ്ചാർജിങ് ഒന്ന് വേരി ചെയ്ത് കൊടുക്കുക. ചിലർ എപ്പോഴും 30% ആകുമ്പോൾ തന്നെ ചാർജ് ചെയ്തിരിക്കും. അപ്പോൾ അതിൽ വെച്ച് ബാറ്ററി കൾച്ചർ ആയി പോകും. അപ്പോൾ ആ 30 എന്നുള്ള ചിലപ്പോൾ 35, 20, 25 അങ്ങനെയൊക്കെ വല്ലപ്പോഴും ഒരു 1-2 മാസം കൂടുന്ന ഗ്യാപ്പിൽ ഒരു 10% താഴെ വരെ വണ്ടി കൊണ്ടുവരിക. അതിനുശേഷം റീചാർജ്. അപ്പോൾ ഒന്ന് വേരി ചെയ്ത് കൊടുക്കുക. അങ്ങനെയല്ല ഒന്ന് 10% താഴെ കൊണ്ടുവരുന്നത് സേഫാണ്, നമുക്ക് വണ്ടി ഓടും കുഴപ്പമില്ല. ലിംബ് മോഡാണ്, പവർ കുറവായിരിക്കും വണ്ടിക്ക്, ഭയങ്കര പവർ കുറവായിരിക്കും. അപ്പം ആ ലിംബ് മോഡ് എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇതാക്കാൻ വേണ്ടിയിട്ട് വല്ലപ്പോഴും ഈ പറഞ്ഞ ആ ബാറ്ററിയുടെ ഹെൽത്തൂടെ ബെറ്റർ ആക്കാനാണ്. 2 മാസമാണ് കൂടുമ്പോൾ തന്നെ വേണം. ഈ പറഞ്ഞ ടൈം പീരീഡ് ഒന്നും ഇല്ല. നമുക്കൊരു കാൽക്കുലേഷൻ വരും. ആ ടൈമിൽ ഇടയ്ക്ക് ഒന്ന് 10% താഴെ ഒന്ന് കൊണ്ടുവരിക. എന്നിട്ട് അത് ഈ നമ്മളെ വീടൊക്കെ എത്താറാവുന്ന അനുസരിച്ച് 10% താഴെ കൊണ്ടുവന്ന് റീചാർജ് 100 ആക്കുക. അതൊക്കെ ഒന്ന് നോക്കിയിരുന്നാൽ മാത്രം മതി. അതായത് ഇപ്പൊ പറഞ്ഞത് ബാറ്ററി ഹെൽത്തിനെ കുറിച്ചാണ്. നമ്മൾ ഫോൺ പോലെ തന്നെ എപ്പോഴും മാക്സിമം 100% ചെയ്യാതിരിക്കുക, അതുപോലെ എപ്പോഴും ഫുൾ ഡ്രെയിൻ ഔട്ട് ചെയ്യാതിരിക്കുക, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കുക. അതായത് ലിഥിയം അയോൺ ബാറ്ററിയുടെ കെമിസ്ട്രി പഠിച്ചവർക്ക് അല്ലെങ്കിൽ മനസ്സിലായവർക്ക് അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ആ ബാറ്ററിയുടെ വർക്കിംഗ് എങ്ങനെയാണ്. അതിനനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ഹെൽത്ത് ഡ്രാസ്റ്റിക്കലി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇഷ്യൂസ് അല്ല, പക്ഷെ അത് നമുക്ക് നമ്മുടേതായ ഒരു ഇതാണ്. നമുക്ക് ബാറ്ററിയുടെ ഹെൽത്ത് കുറച്ചും കൂടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഒന്ന് നമ്മൾ നോക്കാനുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിന്റെ നമ്മുടെ വണ്ടിയിൽ പിന്നെ കുറച്ച് അഡീഷണൽ അക്സസറീസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ റെയിൻ ഗാർഡ്, പിന്നെ എന്തായിരുന്നു നമ്മുടെ അതാണ്ട് ഇവിടെ ഇത് സ്കഫ് പ്ലേറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 5 എഴുതിയേക്കുന്ന സ്കഫ് പ്ലേറ്റ് നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ നമ്മൾ എന്തൊക്കെയാ ചെയ്തത്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ ഇവിടെ നമ്മൾ ഡാഷ് ക്യാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഷോറൂമിൽ നിന്ന് തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്ത് തന്നെ. ഫുൾ കാര്യങ്ങളും ഇത് നമുക്ക് പുറത്തുനിന്ന് ഈ വണ്ടിയിൽ നമുക്ക് അതായത് അക്സസറീസും വർക്കും കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ വാറണ്ടിയും കാര്യങ്ങളെല്ലാം കട്ടാവും. ഏതായാലും 1,60,000 കിലോമീറ്ററിലെയോ 8 വർഷം ബാറ്ററി മോട്ടറിന്റെ വാറണ്ടി. പിന്നെ ഈ വണ്ടിയുടെ വാറണ്ടി വെഹിക്കിൾ വാറണ്ടി 3 വർഷം അല്ലെങ്കിൽ 1,50,000 കിലോമീറ്റർ ആണ്. അതിപ്പോ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് പ്ലസ് അഡീഷണൽ 3 വർഷത്തേക്കാണെങ്കിൽ, അതായത് 3ന്റെ 1 വർഷം അഡീഷണൽ ചെയ്യാം, 2 വർഷം ചെയ്യാം, 3 വർഷം. അപ്പൊ ടോട്ടൽ 3 വർഷത്തേക്കാണ് ചെയ്യുന്നത്. 3+3 6 വർഷവും കിട്ടും. 1,50,000 എന്നുള്ളത് 1,60,000 കിലോമീറ്റർ വരെ വാറണ്ടിയും കിട്ടും നമുക്ക്. അങ്ങനെ ഒരു അപ്പൊ നമ്മുടെ വണ്ടിയുടെ വാറണ്ടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ അതും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് നമുക്ക് പിന്നെ നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടും ബാക്കും നമ്മൾ ഡാഷ് ക്യാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെയ്യുന്നത് സേഫ്റ്റിയുടെ പോകുമ്പോൾ നമുക്ക് മസ്റ്റായിട്ട് അത് ആവശ്യം വരും. കാരണം എപ്പോഴും നമ്മുടെ ഈ ക്യാമറ വെച്ച് നമുക്ക് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് സേഫ്റ്റി ഫീച്ചറാണ്. അതെല്ലാം നമുക്ക് ഷോറൂമിൽ തന്നെയാണ് കേട്ടോ ചെയ്തത്. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് അടിയത്, സ്കഫ് പ്ലേറ്റ്. ഇത് ഇനി പുതിയ നമ്മളെ ഹോൺ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ അല്ലെ, അതിന് വരത്തേ ഉള്ളൂ. കാരണം മിക്കവരും ചോദിക്കുന്നത്, കാരണം പലരുടെ ആഗ്രഹമാണ് ഇതിനകത്ത് എടുത്തിട്ട് കുറച്ചുകൂടെ നല്ലൊരു ഹോൺ വെക്കണം എന്നുള്ളത്. അപ്പം നേരത്തെ ഈ പറഞ്ഞ കണക്ക് അവൈലബിൾ അല്ലായിരുന്നു. അപ്പം എല്ലാവർക്കും പുറത്ത് ഈ പറഞ്ഞ വാറണ്ടിയുടെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ആരും പുറത്തുകൊണ്ട് ചെയ്തില്ല. ഇപ്പം നമുക്ക് ടാറ്റയുടെ എല്ലാ ഷോറൂമുകളിലും അതിൻ്റെ ഹോൺ അവൈലബിൾ ആണ്. അപ്പം അതിപ്പം ചെയ്യാൻ പറ്റും. നമ്മൾ നോർമലി നമ്മൾ ആ ഹോൺ ഏതാണെന്നല്ലേ നമ്മൾ എല്ലാവരും പുറത്തുകൊണ്ട് ചെയ്യുന്നത്. നമ്മുടെ ഓക്സിജൻ ടൈപ്പ് വരുന്ന ഹോൺ ഉണ്ട്, ബ്ലോ ഹോൺ. ആ സെയിം സാധനം നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം അത് ഈ പറഞ്ഞ കണക്ക് വയറിങ് കാര്യങ്ങളൊന്നും കട്ടിങ് ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിപ്പം സ്റ്റോക്ക് ഒന്ന് ഉടനെ ബ്രോന് അപ്ഡേറ്റ് ചെയ്യാം. ഡോറേജ് ഗാർഡ് കൂടെയാണ്. ഡോറേജ് ഗാർഡ് വണ്ടി സൈഡിൽ തട്ടാത്ത എല്ലാ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടി പുറത്ത് വേറൊരു എക്സറി ഷോപ്പിലോട്ട് കയറേണ്ട ആവശ്യമില്ല. ഫുൾ
അതേപോലെ സ്പീക്കർ വരുന്നത് ഇതിനകത്ത് ഹർമന്റെ സിസ്റ്റവും അതേപോലെ JBLന്റെ കിടുക്കാച്ച ഒരു സിസ്റ്റമാണ് നമ്മളന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. നെക്സോണകത്ത് JBL വരും, ഇതിനകത്ത് ഹാർമാൻ സ്പീക്കേഴ്സ്. ഇതിൽ ഹർമന്റെ സ്പീക്കർ ഹാർമാൻ സ്പീക്കേഴ്സ് വരും. നെക്സോണിന്റെ ഏറ്റവും ടോപ്പ് വേരിയന്റ് മാത്രം JBL സ്പീക്കർ, ബാക്കി എല്ലാത്തിനകത്ത് ഹാർമാൻ തന്നെ വരും. നമ്മുടെ സഫാരി ഹാരിയറിനകത്തെല്ലാം ഏറ്റവും ടോപ്പ് വേരിയന്റ് മാത്രം JBL കൂടെ, ബാക്കി എല്ലാത്തിനകത്തും ഇത് വരും. പഞ്ചിനകത്തും നമ്മൾ ഇതിനകത്തെല്ലാം നോർമൽ എല്ലാത്തിനകത്തും ഹാർമാൻ തന്നെ, പണ്ടോട്ട് എല്ലാ ഹാർമാനെ യൂസ് ചെയ്യുന്നത്. സെയിം പെരാനൽ കമ്പനി തന്നെയാണ്. അത് ഹർമനും JBLും രണ്ടും സെയിം നമ്മൾ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് സത്യം പറഞ്ഞത്. സ്പീക്കർ അപ്പം പൊളിയൊരു മ്യൂസിക് ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും നമ്മൾ ടെസ്റ്റ് ഡ്രൈവിൽ പോയപ്പോൾ കേട്ടായിരുന്നു. നല്ല കിട്ടിലും ക്വാളിറ്റി ആയിരുന്നു പഞ്ചിൽ. അതിനൊരു വെയിൻ ക്യാരുണ്ട്. ഇതിനകത്ത് ക്യാബിൻ കുറച്ചും കൂടെ ഇപ്പം നെക്സോണിൽ നോക്കാവുന്ന ബാക്കിൽ സബ് വരുന്നുണ്ടെങ്കിലും നമുക്ക് ഇതിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മുടെ ഈ വാഗണറിൻ്റെ ആ ഒരു ക്യാബിൻ അതേപോലത്തെ ഒരു ക്യാബിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ ക്യാബിൻ ചെറുതായിട്ട് അത്രയും ആ ഒരു പഞ്ച് ഈ ഒരു നമ്മുടെ പാട്ടിലും കിട്ടുന്നുണ്ട്, ആ ഒരു മ്യൂസിക്കിൻ്റെ ക്വാളിറ്റി. പിന്നെ നമ്മുടെ വണ്ടിയിൽ വെന്റിലേറ്റർ സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ആൾറെഡി വണ്ടിയിൽ ഇരുന്നപ്പോൾ തന്നെ നമ്മുടെ ബാക്ക് നമ്മുടെ സീറ്റ് കാര്യങ്ങളൊക്കെ ചൂട്, അപ്പോൾ നമുക്കത് നമ്മുടെ ബാക്കും അതേപോലെ നമ്മുടെ സീറ്റും കാര്യങ്ങളെല്ലാം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾറെഡി നമ്മുടെ വെന്റിലേറ്റർ സീറ്റിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലെവൽ 3ലാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ ലെവൽ 2 നമുക്ക് 1. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ തണുപ്പ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലെവൽ 1 കൊണ്ടുപോകാം. അതേപോലെ അതും നമ്മുടെ ബാറ്ററി ഇമ്പാക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ വെറുതെ നമ്മൾ ഇവിടെ ആളില്ലെങ്കിലും അത് ഇവിടെ ആളില്ലെങ്കിൽ ഓണായി കിടക്കുമോ? ഇട്ടാൽ കിടക്കും. സെപ്പറേറ്റ് സ്വിച്ച് ഉണ്ട്, അത് ഇട്ടുന്ന. ഓക്കെ ഓക്കെ. അതായത് ഇതിനകത്തൊരു സേഫ്റ്റി ഫീച്ചർ ഞാൻ കഴിഞ്ഞ 2 ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ടാറ്റയുടെ പഞ്ചിൽ. പക്ഷേ സത്യം പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ് കേട്ടോ. നമുക്കത് അനോയിങ് ആയിട്ടുള്ള ഫീച്ചർ അല്ല, കാരണം നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് വണ്ടി എടുത്തത് അതാണ് എൻ്റെ ഫീച്ചർ. കാരണം ഇത്രയും എയർ ബാഗും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്താൽ തന്നെ നമുക്കത് പ്രശ്നം ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ സീറ്റ് ബെൽറ്റ് മസ്റ്റാണ്. എയർ ബാഗ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് മസ്റ്റായിട്ട് വണ്ടി എടുക്കും. അപ്പം ബാക്കിൽ നമ്മൾ ഇപ്പോഴും ബാക്കിൽ ഇത് കുത്തി അങ്ങനെ ഇട്ടേക്കണം. അപ്പം അത് ബഗ് അല്ല. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഫസ്റ്റ് എഡിഷൻ വന്ന വണ്ടിയിൽ ബഗ്ഗായിരുന്നു, ഇങ്ങനെ ടിങ് ടിങ് അടിക്കുക. അടുത്ത അപ്ഡേറ്റിൽ അത് മാറുമെന്ന്. പക്ഷേ അത് ബഗ്ഗല്ല, കമ്പനി അങ്ങനെ തന്നെ ഇറക്കിയേക്കാണ് കേട്ടോ. നിങ്ങൾ ബാക്കിൽ 5 പേരിരുന്നാലും എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ട് തന്നെ മസ്റ്റായിട്ട് ഇരിക്കണം. അങ്ങനെ നമ്മളിപ്പം സ്റ്റാർട്ടിങ് എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ഡെലിവറി എടുത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഡെലിവറി സമയത്ത് ബ്രോ നേരെ കയറി വണ്ടി കയറുന്ന സീറ്റ് ബെൽറ്റ് ഇട്ട് ഡ്രൈവ് മോഡ് ഇട്ട് വണ്ടി കൊടുത്തപ്പോൾ അപ്പോഴേ വണ്ടി ഇറങ്ങി. ഓൾറെഡി ഇലക്ട്രിക് പാർക്കിംഗ് ആയിരുന്ന വണ്ടി മാറി. ഓക്കെ, പക്ഷേ നമ്മൾ വണ്ടിക്കകത്ത് കയറിയിട്ട് ഇലക്ട്രിക് പാർക്കിംഗ് ആണ്, നമ്മൾ ഡ്രൈവിലോട്ട് ഇട്ടിട്ട് നമ്മളെ സീറ്റ് ബെൽറ്റ് ഇടാതെയാണ് ആക്സിഡന്റ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ വണ്ടി നീങ്ങത്തില്ല. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ നമ്മൾ മാനുവലി ഇലക്ട്രിക് പാർക്കിംഗ് മാറി. അതാട്ടോ ഞാൻ പറഞ്ഞില്ലേ, കണ്ട ഇതുപോലെ കുറെ ഉണ്ട് കേട്ടോ, നമുക്ക് തന്നെ മനസ്സിലാവാത്ത ഫീച്ചറാണ്. അമ്മ അപ്പൊ ചോദിച്ചാൽ വണ്ടി എന്താ ഇങ്ങനെ എന്തോ സസ്പെൻഷൻ ഉണ്ടോ? സസ്പെൻഷൻ നമ്മൾ റിയൽ നമ്മൾ മറ്റേ വണ്ടിയിലൊക്കെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് വണ്ടി എടുത്താൽ എങ്ങനെ ഇരിക്കും? അപ്പൊ ഞാൻ മാനുവലി ആയിരുന്നു ഇത് ഓഫ് ചെയ്ത് കൊടുത്തത്. കാരണം വെച്ചാൽ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലായിരുന്നു ആ സമയത്ത്. സീറ്റ് ബെൽറ്റ് എന്നിട്ട് നമ്മൾ രണ്ടാമത് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് എടുത്തപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി എടുത്താ അല്ലെ മാനുവലി ഓഫ് ആക്കി കൊടുക്കും. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രിക് പാർക്കിംഗ് ഇനേബിൾ ആണെങ്കിൽ പോലും മാനുവലി മാറ്റണ്ട. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആക്സിഡന്റ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി മാറിക്കും. പിന്നെ താണ്ട് ഇവിടെ നമ്മുടെ എൻ്റെ ഈ ഫോൺ എന്ന് വെച്ചാൽ വയർലെസ് ചാർജ് ഉള്ള കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു വയർലെസ് ചാർജിങ് പാഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണിൽ ചാർജ് ഇല്ല, അപ്പോൾ നമുക്ക് ഇവിടെ വെറുതെ വെച്ച് കൊടുത്തതിന് നമുക്ക് വയറൊന്നും കണക്ട് ചെയ്യാനുണ്ട്. ഓൾറെഡി നമ്മുടെ ഫോൺ ചാർജ് ഓട്ടോമാറ്റിക്കലി ചാർജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫാസ്റ്റ് ചാർജിങ് മോഡാണ്. ഇവിടെയും കൊടുക്കും. ഓക്കെ ഓക്കെ, വെക്കുമ്പോൾ വയർലെസ് ചാർജിങ് ഓൺ എന്നുള്ളത് കാണിക്കട്ടോ. ഫാസ്റ്റ് ചാർജിങ് ആണ്, 15 വാട്ട്സ് ആണ് തോന്നുന്നില്ലേ, 15 വാട്ട് ആയിരിക്കും. എന്തായാലും ഫാസ്റ്റ് വയർലെസ് ചാർജിങ് ഫാസ്റ്റ് ആയിട്ട് വയർലെസ് ചാർജ് ചെയ്യാൻ പറ്റും കേട്ടോ ഫോൺ. പിന്നെ നമ്മുടെ ഗ്ലൗ ബോക്സിൽ കൂൾഡ് ഗ്ലൗ ബോക്സ് ആണ് വരുന്നല്ലേ, ഇലുമിനേറ്റഡ് ആണ്. ആ ഓക്കെ ഓക്കെ, നൈസ്. പിന്നെ ഇതിന്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളും എങ്ങനെ? ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റും ഹെഡ് ലാംപ്സ് എല്ലാം ഓട്ടോമാറ്റിക് ആണ്. ഓഫാക്കി വെക്കാൻ പറ്റുമല്ലോ. ഇപ്പൊ ഓഫ് ആയിട്ടാണ് കിടക്കുന്നത്. നമ്മളെ വണ്ടി ഓൺ ആക്കുന്നുണ്ടെങ്കിൽ അതിനുശേഷം ഓഫിന് മുകളിൽ ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്, ലൈറ്റിന്റെ അവിടെ അതാണ് കേട്ടോ. അപ്പൊ അതിനകത്തോട്ട് ഇട്ടിരുന്നാൽ മാത്രമേ ഓട്ടോമാറ്റിക്കലി ഫംഗ്ഷൻ വർക്ക് ആവത്തുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ഇട്ട് വെച്ചിരുന്ന ഇത് ഓട്ടോമാറ്റിക്കലി ഹെഡ്ലൈറ്റ് കറങ്ങി കഴിഞ്ഞാൽ ഓട്ടോ ഫംഗ്ഷൻ സന്ധ്യ ആവുമ്പോ തന്നെ ഓട്ടോമാറ്റിക് ഓൺ ആവും അല്ലേ? ഓക്കെ ഓക്കെ. ഡിമം ലൈറ്റ് നമ്മൾ ഇട്ട് കൊടുക്കണം. അത് വേണം. ഇത് അതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ സൈഡിൽ നമ്മുടെ നോർമലി വൈപ്പറിന്റെ ഓഫ് ഇപ്പൊ കിടക്കുന്നത് ഓഫ് ആയിട്ടാണ് കിടക്കുന്നത്. ജസ്റ്റ് ഇത് സിംഗിൾ വൈപ്പിംഗ്. ഓഫിന് മുകളിലോട്ട് ഓട്ടോ ഫംഗ്ഷൻ ഉണ്ട്. അത് ഇടുമ്പം ഇവിടെയാണ് അതിന്റെ സെൻസർ വരുന്നത്. ജസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ സെൻസർ ഓൺ ആവാനായിട്ട് അന്ന് കാണിക്കും. ജസ്റ്റ് വൈപ്പർ ഒന്ന് ഇപ്പൊ ഓട്ടോയാണ്, അതുകൊണ്ടാണ് ഓട്ടോ ഫംഗ്ഷൻ ഓൺ ആയതാണ് കാണിച്ചത്. കുറെ പഠിക്കാനുണ്ട് കേട്ടോ. അത് ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അവരും ഇതല്ല വൈപ്പർ വേണ്ട സമയത്ത് വർക്ക് ആവുന്നില്ല, ഓട്ടോ ഇത് വർക്ക് ആവുന്നുണ്ട്. ഇതിലും നമുക്ക് അറിയാത്ത കുറെ ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. നമ്മളത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ചില സമയത്ത് നമുക്ക് കംപ്ലൈന്റ് ആയിട്ട് വരുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ എനിക്ക് വൈപ്പറിന്റെ ഇപ്പൊ നമ്മൾ ഓഫ് കണ്ടീഷനിലാണ് കിടക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്നുകൂടെ മുകളിലോട്ട് ഓഫിന് തൊട്ട് മുകളിലാണ് ഓട്ടോ കിടക്കുന്നത്. അപ്പോൾ ഇടുമ്പോഴത്തേക്കും സെൻസർ പ്രോപ്പർലി വർക്കിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വൈപ്പർ വരെയാണ് റൺ ചെയ്യും ഓട്ടോയിലിടുമ്പോൾ. ഇനി ഇപ്പോൾ സെൻസർ ഓൺ ആയിട്ടുണ്ട്. ഇനി മഴ പെയ്യുന്ന ഇന്റൻസിറ്റി അനുസരിച്ച് വൈപ്പറിന്റെ സ്പീഡും കാര്യങ്ങളെല്ലാം അത് ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ആയിക്കോളും. അത് കൂടാതെ
മിക്കവർക്ക് അറിയാത്തൊരു ഫീച്ചറുണ്ട്, ഇതിന്റെ ബാക്ക് വൈപ്പർ സ്മാർട്ട് വൈപ്പർ ആണ്. അതായത് ഇപ്പൊ നമ്മൾ ഇൻ കേസ് ഫ്രണ്ട് വൈപ്പർ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ മാനുവലി എങ്ങനെ ഓൺ ആക്കിയിട്ടുണ്ട്, ഫ്രണ്ട് മഴ പെയ്യുന്നുണ്ട് ഫ്രണ്ട് വൈപ്പർ ഓൺ ആണ്. ഓക്കെ, നമ്മൾ എവിടെയെങ്കിലും കൊണ്ടു നിർത്തിയിട്ട് റിവേഴ്സ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്ക് വൈപ്പർ ഓൺ ആയി. അതാണ്. അല്ലെങ്കിൽ നമ്മൾ നോർമലി റിവേഴ്സ് ബാക്ക് വൈപ്പർ ഇവിടെയാണ് ഓൺ ആക്കുന്നത്. അപ്പം ഫ്രണ്ട് വൈപ്പർ വർക്കിംഗ് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിവേഴ്സ് ഗിയർ എൻഗേജ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബാക്ക് വൈപ്പർ ഓൺ ആയി. നമ്മുടെ ഫ്രണ്ട് ഡ്രൈവർ സൈഡിലെ വിൻഡോ വരുന്ന സിംഗിൾ ടച്ച് നമുക്ക് ഒറ്റ അതെങ്ങനെയാണ് സംഭവം? എനിക്ക് നേരത്തെ അത് മേലോട്ട് ഇടാൻ കിട്ടിയില്ല. ഡൗൺ മാത്രമല്ല, അപ്പില്ല. അപ്പില്ല, ഡൗൺ ആവുന്നത്. ഒരു 1 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓട്ടോ ഡൗണേ ഉള്ളൂ കേട്ടോ, അത് മേലോട്ട്. അപ്പൊ നമുക്ക് നെക്സോണിലുണ്ടായിരുന്നു ഓട്ടോ അപ്പും ഓട്ടോ ഡൗണും വരും. ചുമ്മാ. ഓക്കെ. ഓ, ഇപ്പൊ നമ്മള് പിടിച്ചു കൊടുക്കണം. അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിന് എന്തെങ്കിലും ഒരു ഉദ്ദേശം അവർ കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും കാണും കേട്ടോ. അല്ലെങ്കിൽ ഇതിന് അപ്പ് കൊടുക്കാൻ പാടുള്ള കേസൊന്നും അല്ല, ജസ്റ്റ് സോഫ്റ്റ്വെയറിന്റെ ഇത് മാത്രമാണ്. പിന്നെ ടയർ പ്രഷർ മോണിറ്റർ ഉണ്ടല്ലേ, ITPMS ആണ് വരുന്നത്. ഇതിനകത്ത് കുറവുണ്ടെങ്കിൽ ആ സൈഡ് കാണിക്കും, എത്ര എന്നുള്ളത് കാണിക്കത്തില്ല. ഓക്കെ. അതായത് ടയർ പ്രഷർ കുറവാന്ന് കാണിക്കും, എന്റെ ഇത്ര PSA കാണിക്കത്തില്ല, അതില്ല. ഓക്കെ. ഗൈസ്, അപ്പം താണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ അഖിൽ ബ്രോ. അപ്പം ബ്രോ ആണ് നമ്മുടെ പുതിയ വണ്ടി EV എടുക്കാൻ നമ്മളെ സഹായിച്ചത്, ഡെലിവറി എടുക്കാൻ ഫുൾ കാര്യങ്ങൾക്ക് സഹായിച്ചത്. അപ്പോൾ നിങ്ങൾക്കും ഇതായാലും ടാറ്റയുടെ ഒരു പുതിയ വണ്ടി എടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, അതെ, നമ്മുടെ സ്വന്തം ബ്രോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൊല്ലത്ത് മുത്തു ടാറ്റയിൽ വന്നു കഴിഞ്ഞാൽ അഖിൽ ബ്രോയെ സമീപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളെല്ലാം എടുത്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്താണ്ട് ഇവിടെയാണ് നമ്മുടെ ഫ്രണ്ടിലാണ് ഇതിൻ്റെ കണ്ടോ, ഓട്ടോമാറ്റിക്കലി അത് തുറന്നു വന്ന് ഇവിടെ പൂ കിടക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കാരണവും ഈ ഒരു ചാർജർ ടൈപ്പാണ് വരുന്നത്. ഇതിനകത്ത് രണ്ടെണ്ണമാണ്. ഇതിനകത്ത് ഈ ആദ്യത്തെ കണ്ടോ, നമ്മളെ വീട്ടിലെ കണക്ട് ചെയ്യാനുള്ള ചാർജർ എല്ലാം ഇതിനകത്താണ് കണക്ട് ചെയ്യുന്നത്. സ്ലോ ചാർജറാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞാൽ CCS2 എന്ന് പറയുമ്പോൾ ഇത് ഫുള്ളായിട്ട് വരും. അതായത് എൻ്റെ ഗണ്ണൊന്ന് ഞാൻ കാണിച്ചു തരാം. എന്താ, ഇതാണ് സാധനം. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ നേരെ കയറ്റി വയ്ക്കുക. ഇതാണ് ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഈ പറഞ്ഞ CCS2 എന്ന് പറയുന്ന ഗണ്ണ്. നമ്മളെ ടാറ്റയുടെ ആയിക്കോട്ടെ, MG ആയിക്കോട്ടെ, BYD ആയിക്കോട്ടെ, എല്ലാത്തിനും വരുന്നത് ഈ ഒരു ഗണ്ണാണ്. ഇതാണ്. അപ്പൊ ഇത് ഫാസ്റ്റ് ചാർജിങ് വയ്ക്കുമ്പോൾ മാത്രം ഇത് മാറ്റുക, അല്ലാതെ നമ്മൾ നോർമൽ ചാർജിങ്ങിനല്ല ഈ സാധനമാണ് യൂസ് ചെയ്യുന്നത്. ഇത് മാറിപ്പോകുന്നുള്ള പേടിയുണ്ട്, കാരണം ഇത് ഒറ്റ സാധനമാണ്. ഇതും കൂടെ നമ്മൾ മാറ്റി കൊടുക്കണം എന്നുള്ള ഫാസ്റ്റ് ചാർജറിൽ. ഇത് രണ്ടും വീട്ടിലെത്തുമ്പോൾ നമുക്ക് ഇത് മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റൂ, അത് മാത്രമേ നമ്മുടെ ബോട്ടിലുള്ളൂ. അപ്പൊ ആ പേടി വേണ്ട. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടയ്ക്കുമ്പം ഈ കേബിള് ചിലർ ഇങ്ങനെ വെച്ചിട്ട് ഇത് അടയ്ക്കും. ആക്ച്വലി ഈ ലിഡ് ഇതിനകത്താണ് ലോക്ക് ആവുന്നത് കയറി. അപ്പൊ ഇത് ഇതിനോടെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഗണ്ണ് ഇത് അടയാതെ വരും. അപ്പൊ ഓപ്പണാണ് കാണിക്കും. അപ്പൊ ജസ്റ്റ് ഇതൊന്ന് താഴോട്ട് വെക്കുക, എന്നിട്ട് മാനുവലി പ്രസ് ചെയ്യാം. നേരത്തെ നമ്മൾ ഇത് തുറന്നപ്പോ പൂ കിടന്നപ്പോഴും അത് പൊങ്ങി വന്നില്ല അല്ലേ ആ സംഭവം. ഇതില് എന്തെങ്കിലും സെൻസർ പോലത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അത് ഇലക്ട്രിക്കലി ഓപ്പൺ ആവുന്നോ? ക്ലോസിംഗ് എല്ലാം നമ്മൾ ഇതെല്ലാം മാനുവലി തന്നെ അല്ല. അടിപൊളി സൂപ്പർ കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വണ്ടിയുടെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. ഇനിയും കുറേ ഫീച്ചേഴ്സ് നമുക്ക് ഇനിയും പരിചയപ്പെടാനുണ്ട്. അതൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് 1 by 1 ആയിട്ട് എല്ലാം നമുക്ക് പരിചയപ്പെടാൻ കേട്ടോ. പിന്നെ ഇവിടെ 5 EV നമ്മളെ ബ്ലാക്ക് കളറിലാട്ടോ, അത് നമ്മുടെ ഡ്യുവൽ ടോണിൻ്റെ ഫിനിഷിൻ്റെ ആ ഒരു ഡിസൈനിൽ തന്നെ കൊടുത്തത്. ഇപ്പം നമ്മുടെ വണ്ടി ആൾറെഡി ടെമ്പററി രജിസ്ട്രേഷന് അതിൻ്റെ ഒരു ബോർഡും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. നമ്പർ ബുക്കിംഗ് ഉള്ളവർക്ക് അല്ലയോ, ഇത് ബുക്കിംഗ് ഉള്ളവർക്ക് അല്ലാത്തവർക്ക് നമ്മൾ നമ്പർ വെച്ച് തന്നെ അല്ലേ വണ്ടി സ്പെഷ്യൽ നമ്പർ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പർ ബുക്ക് ചെയ്തിട്ട് ഒന്നുകിൽ ആ നമ്പർ പ്ലേറ്റ് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് TPയിൽ ഡെലിവറി എടുക്കാൻ പറ്റും. ചിലർ നോക്കുന്ന നമ്പർ ചിലപ്പോൾ സീരീസ് ഓപ്പൺ ആയി കാണത്തില്ല, കൺസേർട്ട് RTOയിൽ. അത് ഓപ്പൺ ആവുന്നത് നമുക്ക് 6 മാസത്തെ വാലിഡിറ്റി ഉണ്ട്, അതിനകത്ത് വെച്ചായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. പിന്നെ നമ്മുടെ റിയലിൽ ഇവിടുത്തെ ഈ ലോഗോ വരുന്നത് 2D ലോഗോ. ഇതും നമ്മുടെ ഫസ്റ്റ് ആയിട്ട് എനിക്ക് ഒന്ന് 5 EVയിലാന്ന് തോന്നുന്നു. നേരത്തെ ലോഗോയിൽ ചേഞ്ച് വന്നു. ഇപ്പൊ പുതിയ പ്ലാറ്റ്ഫോമിൽ ഈ വണ്ടി ഇറങ്ങിയപ്പോൾ ഇതിനകത്തെല്ലാം വന്നത് ഇതിനകത്ത് കിടപ്പുണ്ട്. പഴയ ജിയാഗത് നോർമലാണ്. അത് നമ്മുടെ പണ്ടത്തെ ടാറ്റയുടെ ലോഗോ ആണ് ഇതിൽ കണ്ട് ഇവിടെയും കൊടുത്തിരുന്നത്. ഇത് പഴയ നെക്സോൺ ആയി കിടക്കുന്നുണ്ട്. ഇതിൽ പണ്ടത്തെ ലോഗോ. ഇത് 2023 മോഡലാണ്. ഇങ്ങനത്തെ ലോഗോ വന്നത് പുതിയ നെക്സോൺ ആണ്. ഇതണ്ട, ഇത് നമ്മളിപ്പോൾ കണ്ട സെയിം 2D ലോഗാണ്. പിന്നെ നെക്സോൺ പോലെയല്ല നമ്മുടെ ഈ വണ്ടി എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഫുള്ള് EV പ്ലാറ്റ്ഫോമിൽ ഫസ്റ്റ് ലോഞ്ച് ചെയ്ത വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാറ്റ പഞ്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഉണ്ട്. കാരണം വെച്ചാൽ ഇതിൻ്റെ ടോപ്പ് റേഞ്ചിൻ്റെ സെയിം റേഞ്ച് തന്നെ നമുക്ക് പഞ്ചിലും കിട്ടുന്നുണ്ട്. കാരണം ഇതിൻ്റെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബെനിഫിറ്റ്സ് ഒരുപാടുണ്ട്. അതിൻ്റെ ചേഞ്ചസും കാര്യങ്ങളും. അത്യാവശ്യം ഇത് നല്ല പ്രീമിയം പ്രൈസിൽ കിടക്കുന്ന തന്നെ വണ്ടിയാണല്ലേ. 16 to 17 ലക്ഷം രൂപയാണ് നമ്മുടെ വണ്ടിയുടെ റേറ്റ് വരുന്നത്. പക്ഷേ അതിനൊത്ത ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. ഒരു മിനി കൂപ്പർ എന്ന് വേണമെങ്കിൽ, മിനി കൂപ്പർ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. അത് 2 ഇതാണ്. പക്ഷേ സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു വെന്യൂവിൽ നിന്ന് ചെറിയൊരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. ഒരു ആജാന ബാഹു കേട്ടോ, ബാഹു അല്ല ആജാന ബാഹുവായിട്ടുള്ള വണ്ടി തന്നെയാണ്. 3872 മീറ്റർ അല്ലേ, ആണ് 3772 mm ആണ് ഇതിൻ്റെ ലെങ്തും കാര്യങ്ങളും വരുന്നത്. അത് ചെറിയ വ്യത്യാസമുള്ളൂ. കറക്റ്റ് ഒരു SUV കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. സബ് 4 മീറ്റർ കാറ്റഗറിയിൽ വരുന്ന ഒരു SUV തന്നെയാണ് നമ്മുടെ പഞ്ചും കാര്യങ്ങളെല്ലാം. അപ്പോൾ അതായിരുന്നു. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം പറയുകയാണെങ്കിൽ
ഇതാണ് എൻ്റെ മെയിൻ ഹൈലൈറ്റ്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടിയൊന്നും തട്ടുമെന്നുള്ള കാര്യങ്ങളൊന്നും പേടിക്കേണ്ട EV. പിന്നെ താണ്ട് ഇവിടെ 4 ഡിസ്കും നമ്മുടെ 4 സൈഡിലും ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതും നമുക്ക് അലോയും കാര്യങ്ങളും അല്ലേ, ഫുൾ അലോയും കാര്യങ്ങളും. താഴെ നമ്മുടെ ഈ ഇലക്ട്രിക് വണ്ടി എന്ന് പറയുമ്പോൾ ഈ അലോയ് ഒരു വൃത്തിയായിട്ട ഷേപ്പിൽ ആദ്യമൊക്കെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൽ നമുക്കല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള അലോയും കാര്യങ്ങളൊക്കെ ഉണ്ട് പഞ്ചിൽ. ഇനി ഇതിൻ്റെ ബൂട്ടും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാൻ കേട്ടോ. നമ്മുടെ ചാർജിങ് ഗണ്ണും കാര്യങ്ങളെല്ലാം കാണിച്ചത് ബാഗിനകത്തായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊക്കെ നമുക്ക് വെച്ചാൽ, കാരണം ഇൻ കേസ് നമ്മളൊരു ഹോട്ടലിലാണ് ഇത് ഈ ഗണ്ണെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഫിക്സ് ചെയ്തേക്കുന്ന ചാർജർ ബോക്സും നമ്മളെ വണ്ടിയായിട്ട് കണക്ട് ചെയ്യുന്ന ഈ ഒരു ചാർജർ ഗണ്ണ് വെച്ചിട്ടാണ് നമുക്ക് പോർട്ടബിൾ ആയിട്ട് ഇത് കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു ഹോട്ടലാണ് റിസോർട്ടിൽ സ്റ്റേ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 16 പവർ പ്ലാഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഡയറക്റ്റ് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചാർജർ. ആ ഒരു നമ്മൾ കണ്ട ഇത് നമ്മുടെ വീട്ടിൽ ആൾറെഡി കണ്ടിട്ടുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. അത് നമ്മുടെ അവിടെ കൊടുക്കുക. ഇപ്പുറത്ത് നമ്മുടെ ഗണ്ണും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് സ്വിച്ചസോ കൺട്രോളോ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, അതിനകത്ത് ഇൻഡിക്കേഷൻസ് മാത്രമേ. വോൾട്ടേജ് റെഗുലേറ്റർ ആണോ? അല്ല, നമ്മൾ ഇതിനകത്ത് കുറച്ച് ഡിസ്പ്ലേസും അതായത് വർക്കിങ്ങിന്റെ കാര്യങ്ങളെല്ലാം ഇതിനകത്തായിരിക്കും കാണിക്കുന്നത്. അത് ലൈറ്റ് ഇതാണ് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും. ഇതോ ഈ ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ വെഹിക്കിൾ ചാർജിങ് എന്നാണ് കാണിച്ചത് ഈ ടിക്ക്. അതായത് ഒന്നാമത്തെ രണ്ടാമത്തെ ലൈറ്റ് ഗ്ലോ ചെയ്തുകൊണ്ടിരിക്കും, മൂന്നാമത്തത് ബ്ലിങ്ക് ചെയ്യും. ഈ ആദ്യത്തെ ഈ ലൈറ്റ് ഗ്ലോ ചെയ്യും, ഇത് ഗ്ലോ ചെയ്യും, ഇത് ബ്ലിങ്ക് ചെയ്യും. അപ്പൊ നമുക്ക് അറിയാതെ ചാർജ് ചെയ്യാം. ഇൻ കേസ് എന്തല്ലേ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഇത് 5ാമത്തെ ഏജാണ്, ഇതും ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് പറയാം വെഹിക്കിളിന്റെ എർത്ത് ലീക്കേജ് ആണ്. അപ്പൊ നമുക്ക് ഇതിൽ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടോ. അപ്പൊ ഇത് ഓറഞ്ച് ആയിരിക്കും എത്തുന്നത്, ഒന്ന് ഓറഞ്ച് റെഡ്, ഇത് 3 ഗ്രീൻ കളർ, ഇത് റെഡ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് കാണിക്കും ഓരോ ഇൻഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട് എന്താണുള്ളത്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഗണ്ണിന്റെ ഇത് വരുന്നത്. ലിഡ് ഉണ്ടല്ലേ, ലിഡ് വരുന്നത് ഇതായിരിക്കും കണക്ട് ചെയ്യുന്നത്. എനിക്ക് സംശയം മഴയത്തൊക്കെ നമുക്ക് ഇത് ചാർജ് ചെയ്യാൻ പറ്റും? ഒരു കുഴപ്പമില്ല. മഴയത്ത് നമ്മൾ ചാർജർ ബോക്സ് ഇല്ലേ, ആ ബോക്സ് ഒന്നും മഴ നനയാൻ പാടില്ല. നമ്മളിവിടെ എല്ലാം ചെയ്യുമ്പോൾ പബ്ലിക് ചാർജിങ് സ്റ്റേഷനിലൊക്കെ ആണെങ്കിലും ടോപ്പ് ഇതാണ്, കുഴപ്പമില്ല. ഇഷ്യൂ വെള്ളം വീണാലും ഈ പറഞ്ഞത് കുഴപ്പമില്ല. രണ്ടും കണക്ട് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യാം. അതിൽ എൻ്റെ ബാറ്ററി IP67 ആണ് കേട്ടോ. വാട്ടർ വെയിറ്റിംഗ് കപ്പാസിറ്റി അത്യാവശ്യം ഒരു നല്ല വാട്ടർ വെയിറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. കാര്യം വെള്ളത്തിൽ ഇറക്കില്ല എന്നും പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിൽ സ്പെയർ ടയർ വരുന്നില്ല. എന്തെങ്കിലും പറയാനുണ്ടോ വെച്ചാൽ എല്ലാവരും പറയാൻ സ്പെയർ ടയർ ഉണ്ട്. അതും കൂടെ ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം. കാരണം നോർമലി ഇത്രയും നാൾ ഞാൻ പല വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും ഇതുവരെ ടയർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ സ്പെയർ ടയറിൻ്റെ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല, നമുക്ക് ഇതുവരെ വന്നിട്ടില്ല, പല ആൾക്കാർക്കും വന്നിട്ടില്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും, നിങ്ങൾ സ്പെയർ ടയർ എപ്പോഴെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഈ ടയർ ഇല്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പിന്നെ വേണമെങ്കിൽ ടയർ എടുത്ത് വെക്കാൻ കേട്ടോ, അതിനുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ബൂട്ട് സ്പേസും കാര്യങ്ങളും കുറച്ചുകൂടെ കിട്ടിയിട്ടുണ്ട്. ഇതിലൊരു പഞ്ചർ കിറ്റും കൂടെ അതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ചെറിയ മിക്കതും പഞ്ചറും കാര്യങ്ങളൊക്കെ, അപ്പോൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് അത് മാറ്റിയിട്ട് പഞ്ചർ ഫിക്സ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രണ്ടിൽ ഇതെല്ലാം ഒരു കുറച്ച് സ്പേസ് ഉണ്ട്. ഫ്രണ്ടും കൂടെ കാണാൻ, ഫ്രണ്ട് എന്താ പറയുക, നമുക്ക് ഫ്രണ്ടും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഇതിനകത്ത് വരത്തില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ ഫ്രണ്ട് നമുക്ക് ഇതിൽ ഫ്രണ്ടിലാട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിൽ അത് അക്സസറി ആണല്ലേ, വീഡിയോ അത് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇതിൽ ചെറിയൊരു സ്പേസ് അല്ലേ ഉള്ളൂ. 5 ലിറ്ററോ 5 തൊട്ട് 15 ലിറ്ററോ അത് അക്സസറി ആയിട്ട് നമ്മൾ സ്പെഷ്യൽ ചെയ്യേണ്ടതാണ്. അതിന് ഏകദേശം എത്ര കോസ്റ്റ് വരും? അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുവരെ ആരും ഫ്രണ്ട് ഇതിൽ ചെയ്തിട്ടില്ല. നെക്സോണിലും അക്സസറി ആണോ? നെക്സോണിലും അക്സസറി ആണ്. കർവിലോ? കർവിനകത്ത് ഏറ്റവും ടോപ്പ് വേരിയന്റ് മാത്രം. കർവിൽ മാത്രം അപ്പോൾ ഏറ്റവും ടോപ്പ് വേരിയന്റിൽ നമുക്ക് ഫ്രണ്ടും കാര്യങ്ങളൊക്കെ വരുന്നു. പക്ഷേ അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ പയ്യെ ഷോറൂമിൽ നിന്ന് ഇറങ്ങാം. നമുക്ക് ഇനി കുറച്ച് ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് ഷോറൂമിൽ നിന്ന് പയ്യെ ഇറങ്ങാം. അപ്പോൾ ഓക്കെ ബ്രോ, താങ്ക് യു, ബൈ, താങ്ക് യു. അപ്പോൾ നമുക്ക് നൈസിന് വണ്ടി എടുക്കാൻ കേട്ടോ. നമ്മുടെ ഏകദേശം ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയിപ്പോൾ നമുക്ക് ചാർജും കാര്യങ്ങളെ കുറിച്ചൊന്നും പേടിക്കാൻ കേട്ടോ. ഫുൾ ചാർജ് ഇപ്പം 80 സംതിങ് ചാർജിങ്ങിലാണ് വണ്ടി കിടക്കുന്നത്. അപ്പോൾ ആൾറെഡി വീട്ടിൽ ചാർജറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചാർജൊന്നും ചെയ്യേണ്ടി വരത്തില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കണം. പിന്നെ നമ്മൾ കൂടുതലും ഇപ്പം വീട്ടിലായിരിക്കും ചാർജ് ചെയ്യുന്നത്. ആപ്ലിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഇവർ ആൾറെഡി നമുക്ക് ഒന്ന് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എന്തായാലും വഴിയെ പഠിച്ച് അതൊക്കെ ഒരു അടുത്തടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. പുറത്തൊക്കെ പോയി എങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ തിരിച്ചോട്ടെ. അപ്പോൾ താങ്ക് യു, ബൈ. അപ്പം ഞങ്ങളിതാ ഇവിടെ നിന്ന് അങ്ങനെ ഇറങ്ങുവാണ് ടാറ്റയിൽ നിന്ന്. കുറേ കാര്യങ്ങൾ നമ്മുടെ തലയിലുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ച് കുറച്ചൊക്കെ നമുക്ക് ആൾറെഡി മനസ്സിലായിട്ടുണ്ട്. പിന്നെ റൈറ്റ് ഇൻഡിക്കേറ്റർ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് മിററും കത്തും കേട്ടോ. ഇതിൽ ആ ക്യാമറയും കാണുന്നത് അതുകൊണ്ട് ഈ ഡിസ്പ്ലേയിൽ നിന്ന് കാണിക്കുമ്പോൾ റൈറ്റ് സൈഡിൽ എന്തെങ്കിലും ബ്ലൈൻഡ് ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഫസ്റ്റ് ഡ്രൈവാണ് കേട്ടോ. നമ്മുടെ 5 EV എടുത്തിട്ട് അടിപൊളി ഫീൽ, ഒരു പ്രത്യേക ഫീൽ കേട്ടോ. ഇത്രയും നാൾ നമ്മൾ പല വണ്ടികളും ഡെലിവറിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും പക്ഷേ ഒരു EV ഒരു സ്പെഷ്യൽ ഫീൽ തന്നെയാണ് കേട്ടോ. നമുക്ക് ആ ഒരു കാംനെസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. നമുക്കതാ ഞാൻ നേരത്തെ പണ്ട് പറഞ്ഞത്, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു EV ഓടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുൾ ടൈം EVയിലോട്ട് തന്നെ ആയിരിക്കും പോകുന്നത്. അതിൻ്റെ റീസൺ ഇതാ, ഈ ഒരു കാംനെസ്സും ഈ ഒരു ക്യാബിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എല്ലാം നമുക്ക് EVയിൽ മാത്രമേ കിട്ടത്തുള്ളൂ. റോഡെന്ന് കാണിക്കുമ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ എന്താ കൊല്ലത്തോട്ട് പോകുന്ന ഡയറക്ഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മഹേന്ദ്രയുടെ ഷോറൂമാണ് കേട്ടോ.
നമുക്ക് നൈസിന് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമ്മുടെ ഇനിയും പരിപാടി എന്ന് വെച്ചാൽ നേരെ പോവുക, ഒരു ജ്യൂസ് കുടിക്കുക. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ എണ്ണീറ്റാണ്. അമ്മയാണെങ്കിൽ രാവിലെ എണ്ണീറ്റതാണ്, നേരത്തെ കുളിച്ച് സെറ്റ് ചെയ്യുക. എന്നിട്ട് തന്നെ നമ്മൾ കറക്റ്റ് ടൈമിലാണ് വീട്ടിൽ നിന്ന് എന്തായാലും ഐശ്വര്യമായിട്ട് ഇറങ്ങാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് നേരെ പോയി ജ്യൂസ് കുടിക്കണം. നിക്കിമോനും ജ്യൂസ് കുടിക്കണ്ട. കുഞ്ഞിപ്പോൾ ആൾറെഡി കിടന്ന് ഉറങ്ങി ക്ഷീണിച്ചിട്ട് അവൻ ഭയങ്കരമായിട്ട് ടയേർഡായി. ഇത്രയും നേരം അവൻ ഭയങ്കര സൈലൻ്റായിട്ട് അവിടെ എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ട് കമ്പനിയായിട്ട് ഇരുന്നതാണ് കേട്ടോ. ഭയങ്കര സൈലൻ്റായിട്ട് അവൻ തന്നെ അവിടെ കസാരയിൽ ഇരുന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഇനി അവൻ എന്തെങ്കിലും ആദ്യം വാങ്ങിച്ചു കൊടുക്കാം. അപ്പോൾ നേരെ നമുക്ക് കടയിലോട്ട് പോകാം. നമ്മൾ ഇപ്പം വണ്ടി ഇപ്പോൾ ഓടിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ ടോട്ടൽ ഏതാണ്ട് ഇപ്പോൾ 87 കിലോമീറ്റർ ആയി കേട്ടോ. നമ്മൾ ടോട്ടൽ 35 കിലോമീറ്റർ ഓടിച്ച് നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ വണ്ടി ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടല്ല, നമ്മൾ ഈ ഇപ്പം ചാട്ടം നമ്മൾ ഈ ഒരു പാലം കയറി നമ്മൾ ബൈപ്പാസാണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ, സൂപ്പർ കാഴ്ചകളാണ്. ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് കായലാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കൊല്ലം ബൈപ്പാസാണിത്. വണ്ടി കണ്ട ഒരു റേസിംഗ് ആണ് കേട്ടോ. ആ പോയ 2 വണ്ടി അതാണ് മത്സരമായിരുന്നു. ആ രജിസ്റ്റർ വണ്ടി അതും തമ്മി അതാ കയറി വന്നത്. അപ്പോൾ നമ്മൾ EV ആയിട്ട് നല്ലോണം യൂസ്ഡ് ആവുന്നുണ്ട് കേട്ടോ. വണ്ടിയിൽ ഇനി നമുക്കൊരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ഓടിച്ച് ഇപ്പോൾ ഉടനെ ചെയ്യുന്നില്ല. കാരണം എന്നാലേ നമുക്ക് അപ്ഡേറ്റിന് മുന്നേ അപ്ഡേറ്റിന് ശേഷം എന്ത് വണ്ടിയുടെ അവസ്ഥ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അപ്ഡേറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഇതിനകത്ത് എന്താ 2 ഇറർ കാണിച്ചു. അപ്പോൾ അത് അപ്ഡേറ്റിൻ്റെയാണ്. അത് നമുക്ക് ചെയ്യുമ്പോഴായിരിക്കും അത് ഫുള്ളി ആക്ടിവേറ്റ് ആവുന്ന വണ്ടി. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ നമ്മൾ റേഞ്ച് കാണിക്കുന്നത് 190 കിലോമീറ്റർ ആണ് കേട്ടോ. 190 കിലോമീറ്റർ റേഞ്ച് ആണെങ്കിൽ നമ്മൾ പെക്കോ മോഡിലാണ് നടക്കുന്നത്. അതുപോലെ റീജിയൻ ലെവൽ 1-ലാണ് ഇട്ടേക്കുന്നത്. ഇതിൻ്റെ ആ മോഡ് ഞാൻ ജസ്റ്റ് ഓഫ് ചെയ്ത് കാണിക്കാം. പെക്കോയിൽ ഒന്നുകൂടെ നിൽക്കുകയാണെങ്കിൽ നമ്മളാണ്ട് ആ പാലം ഇറങ്ങണം കേട്ടോ. ഇത് നല്ല ദൂരമുണ്ട്. പാലം എനിക്കൊന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ 1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആൾറെഡി സത്യം പ്ലാൻ ചെയ്ത് വെച്ചാൽ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിൻ്റെ ഫുള്ള് അമ്മയും ഞാനും ഇതാ നിൽക്കുമ്പോൾ എല്ലാവരും ഭയങ്കര ടയേർഡാണ് കേട്ടോ. നമ്മൾ രാവിലെ എണ്ണീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള വണ്ടി എടുക്കുന്ന സമയത്തൊക്കെ പ്രത്യേകിച്ച് ഞാൻ ആമ്പിള്ളേരെ ഒട്ടും ഉറങ്ങത്തില്ല. ഞാൻ കുറച്ച് ഉറങ്ങി. അമ്മയും രാവിലെ എണ്ണീറ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ദിവസം പൊള്ളി വീഡിയോ ആയിട്ട് കാണാൻ എൻ്റെ കൂടുതൽ വിശേഷങ്ങൾ, നമുക്ക് എത്ര റേഞ്ച് കിട്ടുന്നുണ്ട്, വണ്ടിയുടെ വിശേഷങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പറയാൻ കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിലാണ്. ബൈ.